സാറ് ജെബി നോക്കട്ടെ. ഞാൻ ഇത്ര അല്പം വൈകിപ്പോയി ഈ ഇതിലേക്ക് കട വേറെ അതെ ഗസ്റ്റുകളൊക്കെ വന്ന് കുറച്ചു നേരം സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും ഇത്തിരി വൈകിപ്പോയി. സാറ് ഈ പുതിയ ഒരു വാക്സിൻ്റെ കാര്യമൊക്കെ സംസാരിച്ച് കേട്ടോണ്ടാണ് ഞാൻ ഇതിനകത്തേക്ക് ശ്രദ്ധ പതിപ്പിക്കുന്നത്. അത് ശരിക്കും ഒരു തോട്ട് പ്രൊവോക്കിംഗ് ആണ് ആ സാറിൻ്റെ ആ ഒരു സമീപിക്കുന്ന ആ രീതിയാണ്. നമ്മുടെ ഞാൻ ഈ വേടൻ്റെ രംഗപ്രവേശവും വേടന് പിന്തുണ കൊടുക്കേണ്ടതിൻ്റെ ഒക്കെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു ക്ലാസ്സിലേക്കാണല്ലോ വന്നത്. അപ്പോൾ ഞാൻ കേട്ടു തുടങ്ങിയത് സാറിൻ്റെ ആ ഒരു പിന്നെ ആ ഒരു അപ്രോച്ച് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. നമ്മൾ ഓരോ ദിവസവും ഓരോ ഈ ബുദ്ധിസ്റ്റ് കാര്യങ്ങൾ ചർച്ച ചെയ്തു പോകുന്നതിൻ്റെ ഒപ്പം തന്നെ പുതിയ പുതിയ സമീപന രീതികൾ ഇതിനകത്ത് വരുന്നത് വളരെ സന്തോഷമുണ്ട്. പ്രശ്നങ്ങളെ കൂടുതലായിട്ട് സോൾവ് ചെയ്യാനുള്ള മാർഗങ്ങളായിട്ടാണ് ഇതിപ്പം നമുക്ക് അനുഭവപ്പെടുന്നത്. അത് വളരെ നന്ദിയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഓരോരുത്തരും റെസ്പോൺസിബിളായിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കുകയും ചിന്തിക്കുകയും പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഇപ്പോഴും നമ്മൾ ആരംഭിച്ചിട്ടില്ല. അതിൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ഈ സാറ് പഠിപ്പിച്ചപ്പോൾ തൊട്ടാണ് ശരിക്കും ഈ ബുദ്ധിസത്തിൻ്റെ പ്യൂറായിട്ടുള്ള ബുദ്ധിസ്റ്റ് പിന്നെ തത്വങ്ങൾ നമ്മളുടെ മനസ്സിലേക്കും തലച്ചോറിലേക്കും കയറുന്നത്. അതായത് ഇതുവരെ അഷ്ടാംഗ മാർഗം എന്താണെന്നുള്ള അറിയാതെയാണ് ബുദ്ധിസത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഈ അഷ്ടാംഗ മാർഗം അറിഞ്ഞു തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ തന്നെ സംഭവിച്ചിരിക്കുന്ന തലതിരിവുകൾ, അഷ്ടാംഗ മാർഗത്തിൻ്റെ പാറ്റേണൊക്കെ തലതിരിച്ച് നമ്മളെ പഠിപ്പിച്ചു വെച്ചിരുന്നത്, അത് കുറേ അധികം നാൾ ഈ എൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ട് ഞാനൊരു 5-8 വർഷങ്ങളായിട്ടുണ്ട് ബുദ്ധിസ്റ്റ് പുസ്തകങ്ങളൊക്കെ ഒരുപാട് റെഫർ ചെയ്യാൻ തുടങ്ങിയിട്ട്. ഇതുവരെ ഇതിൻ്റെ ഈ കോറായിട്ടുള്ള അഷ്ടാംഗ മാർഗത്തിലേക്ക് കിടക്കാനോ അത് തുടങ്ങി വെക്കാനോ പറ്റില്ല. പക്ഷേ സാറിൻ്റെ ക്ലാസ്സിൽ ഇത് തുടങ്ങി വെക്കാനായിട്ട് പറ്റി. ഇപ്പോൾ അതിൻ്റെ അടുത്ത ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നത് കാണാനും പറ്റി. അത് വളരെ സന്തോഷമാണ്. ഇത് നല്ല ഒരു പിന്നെ സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് പോലെ തന്നെ ഇത് അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ അതായത് വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു നമ്മളൊരു ബിഷഗറിനെ കണ്ടു, ബിഷഗറിൻ്റെ ചികിത്സാ രീതിയെ നമ്മൾ അന്വേഷിച്ചു പോയി. ആ ചികിത്സ നമുക്ക് ഫലപ്രദമായിട്ട് നമ്മളുടെ ശരീരത്തിലെ രോഗത്തെ മാറ്റിയെടുക്കുന്നുണ്ട് എന്നുള്ള ഒരു അറിവുണ്ടാകുന്നത് തന്നെ പുതിയ ഒരു ഇതാണ്. അതാണ് ഇന്നത്തെ ആ ഒരു സാറിൻ്റെ പ്രഭാഷണത്തിലൂടെ മനസ്സിലായത്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിംഗ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ് ഇന്നത്തെ ആ പ്രഭാഷണം. താങ്ക് യു വെരി മച്ച് സാർ. താങ്ക് യു. വളരെ നന്ദി മുരളീധരൻ സർ. നമുക്ക് ഇനി അടുത്ത ആളിലേക്ക് പോകാം. ഡോക്ടർ ഇ ടി സുരേഷ് ബാബു, അകേഷ്, മുരളീധരൻ, സജി, സെൽവ, എല്ലാവരെയും പുതിയതായിട്ട് വന്ന ജോയിൻ ചെയ്ത ആൾക്കാരൊന്ന് പരിചയപ്പെടുത്തുകയും ചെയ്യുക. കൂടുതൽ ഒരു മണിക്കൂർ കൊണ്ടൊന്നും മനസ്സിലാകുന്ന ഒരു വിഷയമല്ല സത്യത്തിൽ ഇത്. അതിനകത്ത് നമുക്കൊരു ഒരുപാട് ചോദ്യങ്ങൾ, ഒരുപാട് സംശയങ്ങൾ നമുക്കുണ്ടാകും. അപ്പോൾ എത്ര ചെറുതാണെങ്കിലും എന്ത് സംശയങ്ങളാണെങ്കിലും നമുക്കിപ്പോൾ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. ജയ് ഭീം. എൻ്റെ പേര് ഡോക്ടർ സുരേഷ് എന്നാണ്. ഞാൻ വയനാട് നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ തന്നെ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ ഒരു 1.5 മണിക്കൂറിലധികമായിട്ട് ഇവിടെ ശ്രദ്ധയോടെ കേൾക്കുകയായിരുന്നു. പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പുതിയതായിട്ട് എന്നെ സംബന്ധിച്ച്, ഞാൻ പുതിയൊരു ആളായോണ്ടാണ് കേട്ടോ, പുതിയ കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ശ്രീ അജിത് കുമാർ പറഞ്ഞ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. നമ്മുടെ കാഴ്ചപ്പാടുകൾ തന്നെ മാറ്റേണ്ടിയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ടുള്ളൊരു പ്രയാണം നമുക്ക് തുടങ്ങി വെക്കാനും പറ്റുള്ളൂ. നമ്മളൊക്കെ ഇപ്പൊ നമ്മുടെ ചുറ്റുപാട് കാണുന്ന പ്രശ്നങ്ങളെ പറ്റി
നമ്മൾ കാണുമ്പം പലപ്പോഴും വിഷമിക്കുകയും അതിന് ഒരു പരിഹാരമില്ലോ എന്ന് നമ്മൾ സ്വയം ആലോചിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്കിപ്പം രാഷ്ട്രീയപരമായിട്ട് വയ്ക്കുക അല്ലെങ്കിൽ ഭരണതലത്തിൽ നിന്നൊരു സപ്പോർട്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് വരാൻ കിട്ടുന്നില്ല. സംവരണങ്ങളൊക്കെ ഉണ്ട്, അതിന്റെ പേരിൽ കുറച്ച് ഇപ്പൊ ഞാനൊക്കെ അങ്ങനെ ഒരു ഉദ്യോഗത്തിൽ വന്ന ആളാണ്. അപ്പൊ ഒരു പരിധി വരെയൊക്കെ നമുക്ക് പിന്നെ നമ്മുടെ ഒരു വ്യക്തിപരമായിട്ട് വളർച്ചയ്ക്കോ അല്ലെങ്കിൽ കുടുംബപരമായിട്ട് വളർച്ചയ്ക്കോ ഒക്കെ ഒരു പരിധി വരെ സഹായമായേക്കാം. പക്ഷെ അടിസ്ഥാന വർഗത്തിന്റെ ഒരു യഥാർത്ഥ മോചനം അല്ലെങ്കിൽ ബാബാ സാഹേബ് ഒക്കെ മുന്നോട്ട് വെക്കുന്ന ആ ഒരു പിന്നെ ഭരണഘടനയിൽ കൂടെയൊക്കെ പറയുന്ന ഒരു കാര്യങ്ങൾ അതൊരു പറച്ചിലല്ലാതെ അതൊരു യാഥാർത്ഥ്യത്തിലേക്ക് ഒരിക്കലും വരുന്നൊരു കാഴ്ച നമുക്ക് കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചില്ല. നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം ഇതൊക്കെ നല്ല വാക്കുകൾ, നല്ല അർത്ഥതലങ്ങളുള്ള സംഗതികളൊക്കെ പദപ്രയോഗങ്ങളാണ്. പക്ഷെ ഇതൊന്നും ഒരു സാധാരണക്കാരന്റെ അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ ജീവിതവുമായിട്ട് തട്ടിച്ചു നോക്കുകയാണെങ്കിൽ ഒരിക്കലും അത് യാഥാർത്ഥ്യത്തിന് എത്രയോ അകലെ നിൽക്കുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. നമ്മളിപ്പം സമീപ കാലത്തുണ്ടായ കേരളത്തിലുണ്ടായ കാര്യങ്ങൾ മറ്റുള്ള എവിടെയും പോകണ്ട, കേരളത്തില് മാത്രം ഉണ്ടായ ഓരോരോ പ്രശ്നങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന സംഗതികൾ തന്നെയാണത്. പ്രത്യേകിച്ചൊരു വിശകലനമോ അല്ലെങ്കിൽ വിശദീകരണമോ ഇല്ലാതെ തന്നെ നമ്മളൊക്കെ അനുഭവിക്കുന്ന സംഗതി. നമ്മുടെ സഹോദരന്മാരും ഇപ്പൊ ബിന്ദു എന്ന് പറയുന്ന സഹോദരിയാണെങ്കിലും ഇന്നലെ ഇപ്പൊ ട്രിവാൻഡ്രത്തുണ്ടായ വിഷയങ്ങൾ നമ്മൾ വാർത്തകൾ കൂടെ കാണുന്നതാണ്. കൃഷ്ണകുമാറിന്റെ മകളുടെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ട് 3 കുട്ടികള്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യം കൃത്യമായിട്ടുള്ള അറിയില്ല എങ്കിൽ പോലും അതിനകത്തൊക്കെ ഒരു ഡിഫൻസിലേക്ക് വരുന്നത് എപ്പോഴും ഈ പട്ടികവർഗ വിഭാഗത്തിലുള്ള ഏറ്റവും താഴേക്കിടയിലുള്ള സമൂഹത്തിൽ നിന്ന് എപ്പോഴും ഒരു കുറെ അകറ്റി നിർത്തപ്പെടുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ വർണ്ണവിവേചനത്തിന്റെ ഇരകൾ നമ്മൾ പൊതുവെ പറയുന്ന ആൾക്കാരാണ് അതിനകത്ത് എപ്പോഴും പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ ഡിഫൻസിൽ വരുന്നത്. നമുക്ക് നിലവിലുള്ള നിയമം വെച്ചൊന്നും അതിനെ ഒരു ഓവർകം ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് അനുകൂലമായിട്ട് മാറ്റാനോ പറ്റാത്തൊരു സ്ഥിതിവിശേഷം നിലനിൽക്കുന്നുണ്ട്. ഇതിനെ എങ്ങനെ ഓവർകം ചെയ്യണമെന്നുള്ളതിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണ നമുക്ക് ആർക്കും ഇല്ലാത്തൊരു അവസ്ഥയുണ്ട്. ഇപ്പം ഭരണതലത്തിലാണെങ്കിൽ ഇപ്പൊ ചെറിയ സംവരണം കൊണ്ട് കുറച്ചുപേരെ MLA-മാരോ അല്ലെ MP-മാരോ അല്ലെ മന്ത്രിമാരോ ഒക്കെ ആയിരിക്കുന്നു എങ്കിൽ പോലും അവരാരും യഥാർത്ഥത്തിലുള്ള ഒരു വിമോചനത്തിന്റെ പടവാളയിൽ നിന്ന ആൾക്കാരായിട്ട് നമുക്ക് ഇവരെ ഫീൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. നമ്മളെ ഇപ്പൊ ഒരു 75 വർഷത്തെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ, ജനാധിപത്യം വന്നതിന് ശേഷമുള്ള ചരിത്രം വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അപ്പൊ അത് എങ്ങനെ ഫലപ്രദമായിട്ട് ഈ സമൂഹത്തില് ഈ പറഞ്ഞിട്ടുള്ള ഭരണഘടന ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് വിമോചനം സാധ്യമാക്കാം എന്നുള്ളതിനെ പറ്റിയുള്ള വിശാലമായിട്ടുള്ള ചർച്ച ഉണ്ടാവണം. എന്തായാലും അദ്ദേഹം ഇവിടെ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എല്ലാം എന്നെ സംബന്ധിച്ച് പുതിയ കാര്യങ്ങളാണ്. വളരെ അറിവുള്ള ആളാണ്. എനിക്ക് ആരാണ് താങ്കൾ എന്ന് എനിക്ക് മനസ്സിലായതെങ്കിൽ പോലും ഇതിനെപ്പറ്റി പറഞ്ഞ വിഷയത്തില് വളരെയധികം അവഗാഹമുള്ള ആളാണ്. തീർച്ചയായിട്ടും ഇനിയുള്ള ക്ലാസ്സുകൾ പിന്നെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കിട്ടിയ കുറച്ചറിവുകൾ എന്തായാലും നമ്മളെ എല്ലാവരെയും ഇതിനകത്ത് കുറച്ചുപേരെ പങ്കെടുത്തിട്ടുള്ളൂ എങ്കിൽ പോലും എല്ലാവരെയും അത് പ്രകാശിപ്പിക്കുമെന്ന് മനസ്സിലാക്കുക. എന്തായാലും താങ്കളുടെ വലിയ നല്ല വാക്കുകൾക്ക് ഇത്രയും സമയം ചെലവഴിച്ച് ഇവിടെ സംബന്ധിച്ച വാക്കുകൾക്ക് എല്ലാവരെയും പേരിൽ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കാണ്. നന്ദി. ജയ് ശ്രീ. നന്ദി സാർ, ഒത്തിരി നന്ദി. സാർ ആദ്യമായിട്ട് വന്നു. സാർ ഇത്ര നേരം കേട്ടിരുന്നു. അതിനെ ഇത്രയും ശ്രദ്ധയോടെ കേട്ടു, മനസ്സിലാക്കി എന്ന് പറയുക. ഇപ്പൊ ഇത്രയും നല്ലൊരു ഫീഡ്ബാക്ക് തരുന്നതിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെപ്പറ്റി ഞാൻ പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിങ് MBA കഴിഞ്ഞ് പിന്നെ വിദേശത്താണ്, ഇപ്പോൾ കാനഡയിലാണ് ഞാൻ താമസിക്കുന്നത്. ഒരു 86 മുതൽ നമ്മൾ അംബേദ്കറിസത്തെ പരിചയപ്പെട്ടിട്ടുണ്ട്, അതിനെ മനസ്സിലാക്കി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് നമ്മൾ പഠിച്ച് വരുമ്പോഴും അതിൻ്റെ ഒരു പൂർണ്ണത നമ്മൾ മനസ്സിലാക്കുന്നത്, അംബേദ്കറിസത്തെ പറ്റി നമുക്ക് പലരും പല രീതിയിൽ, ഈ നമ്മൾ പണ്ട് പറയുന്ന പോലെ കുരുടന്മാർ ആനയെ കണ്ടതുപോലെ പല രീതിയിൽ അംബേദ്കറിസത്തെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാറുണ്ട്. അംബേദ്കറിസം മിയർ പൊളിറ്റിക്സ് ആയിട്ട് കാണാറുണ്ട്.
അംബേദ്കറിസം ജാതിക്കെതിരെ ചെറിയൊരു പോരാട്ടമായിട്ട് കാണാറുണ്ട്. അങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തർ അതിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ നമ്മൾ മനസ്സിലാക്കുക എന്ന് പറയുമ്പോൾ ബാബാ സാഹേബ് തന്നെ ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പോരാട്ടം സാമ്പത്തികമോ രാഷ്ട്രീയപരമോ അല്ല. അതായത് അത് പറയുന്ന ഇംഗ്ലീഷിൽ പറയുന്നത് അവർ ബാറ്റിൽ ഈസ് നോട്ട് മിയർ ഫോർ പൊളിറ്റിക്സ് ഓർ ഫോർ വെൽത്ത്. നമ്മുടെ പോരാട്ടം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഫോർ ദ റിക്ലമേഷൻ ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ഇൻ ദ ഫുള്ളസ്റ്റ് സെൻസ് ഇറ്റ് ഈസ് സ്പിരിച്വൽ. നമ്മുടെ പോരാട്ടം ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായ ഒരു മനുഷ്യത്വത്തിന് വേണ്ടി തന്നെയാണ്, മനുഷ്യത്വത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി തന്നെയുള്ള എൻ്റെ പോരാട്ടമാണ് ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് എല്ലാം വരികയാണ്. ഒരു വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള വികാസം, മാനസികമായിട്ടുള്ള വികാസം, അവന്റെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള, അവന്റെ ആധ്യാത്മികമായിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള അവന്റെ വികാസം, അവന്റെ സ്വയം പര്യാപ്തത, അവന്റെ മനസ്സിനെ തന്നെ അവൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ള അറിവ്, പിന്നെ അതിന്റെ കൂടെ അവന്റെ എല്ലാ മനുഷ്യാവകാശങ്ങൾ, പിന്നെ അവൻ സമൂഹത്തിലേക്ക് അവൻ വ്യാപിക്കുമ്പോൾ, വ്യക്തി എന്നുള്ള രീതിയിൽ അവൻ സമൂഹമാകുമ്പോൾ അതിനകത്ത് അവന് കിട്ടേണ്ടുന്ന സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, കൂട്ടായ്മ, ഫ്രറ്റേണിറ്റി. ഈ സാഹോദര്യം എന്നൊക്കെ പറയുന്നത് ഭയങ്കര വാക്കാണ്. അപ്പൊ ഇങ്ങനത്തെയുള്ള ഒരു പൂർണ്ണമായ ഒരു മനുഷ്യ ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള ദർശനമായിട്ടാണ് ബാബാ സാഹേബ് അദ്ദേഹത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് അതിന്റെ സ്പിരിച്വൽ ആസ്പെക്റ്റും കൂടെ വരുമ്പോഴാണ്, അതായത് ബൗദ്ധ ദർശനം കൂടെ വരുമ്പോൾ മാത്രമാണ് അത് പൂർണ്ണമാകുന്നത്. എന്നിട്ടാണ് നമ്മൾ പിന്നീട് അതിനകത്തേക്ക്, നമ്മൾ ബൗദ്ധ ദർശനത്തിനകത്തേക്ക് നമ്മൾ പഠിച്ചിറങ്ങുമ്പോഴാണ് മനസ്സിലാവുന്നത് വെറുതെ അല്ല ബുദ്ധനെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന് എഡ്വിൻ ആർണോൾഡ് പറഞ്ഞത്. വെറുതെ അല്ല പറഞ്ഞത്. നമ്മൾ ലോകത്തിന്റെ ഏത് കോണിലേക്ക് പോയി കഴിഞ്ഞാലും അവിടെയൊക്കെ ഒരു ബുദ്ധന്റെ പെയിന്റിങ്ങോ ഒരു പ്രതിമയോ ഉണ്ടാവും. അത് വെറുതെ വന്നതല്ല. പക്ഷെ അതിന്റെ പോസിബിലിറ്റി, അതിന്റെ ആ ഒരു മഹത്വം, അല്ലെങ്കിൽ അതിൻ്റെ അകത്തും നമുക്ക് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമുക്ക് കിട്ടേണ്ട സാധനങ്ങളൊന്നും നമ്മൾ ഉപയോഗപ്പെടുത്തുന്നോ പഠിക്കുകയോ ചെയ്യുന്നില്ല. അതും കൂടെ വരുമ്പോഴാണ് ഇതൊരു സമഗ്രമായ ഒരു സാധനമായിട്ട് നമുക്ക് മുമ്പിലോട്ട് വരുന്നത്. ഒരു മിയർ പൊളിറ്റിക്സ് മാത്രമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഇതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി വന്നപ്പോഴാണ് നമ്മളെ തന്നെ കണ്ണ് മഞ്ഞളിച്ചു പോയി. സത്യം പറഞ്ഞ ഞാനൊക്കെ ഇതിനെ ജസ്റ്റ് പഠിച്ചു വന്നത് എന്തുവാണ്, ഇന്ത്യയിൽ ഒരു പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം ഇദ്ദേഹത്തെ കണ്ടുവരുന്നത്, പിന്നെ അതിനുശേഷം ഭരണഘടന എഴുതിയ ആള്. പക്ഷെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓരോ രീതിയിലും അദ്ദേഹത്തെ പറ്റി മനസ്സിലാക്കി പോയി കഴിയുമ്പം അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറയാണ് എന്റെ ഗുരു ബുദ്ധനാണ്. പിന്നെ നമ്മൾ അദ്ദേഹത്തിലേക്ക്, ബുദ്ധനിലേക്കൂടെ നമ്മുടെ ഫോക്കസും നമ്മുടെ സ്റ്റഡീസും കൂടെ നമ്മൾ അങ്ങോട്ട് വ്യാപിപ്പിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു പരമ്പരയാണ്, ഇതൊരു പാരമ്പര്യമാണ്, തുടർച്ചയാണ്. ബാബാ സാഹേബിൽ തുടങ്ങുന്ന സാധനമല്ല ഇത്. അതിലേക്ക് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇന്ത്യയുടെ ഒരു വലിയൊരു പാരമ്പര്യത്തിന്റെ അകത്തെ കണ്ണികളാണ് നമ്മൾ. ചെറിയ ഒരു ഇതല്ല. നമ്മളിപ്പോ നമ്മളെ കാണുന്നത് പോലെ ഏതെങ്കിലും ഒരു പട്ടികജാതിക്കാരനോ ഒരു പട്ടികവർഗക്കാരനോ ഒരു പിന്നോക്ക ജാതിക്കാരനോ ആയിട്ടല്ല നമ്മളെ കാണേണ്ടത്. വലിയ ഒരു പാരമ്പര്യത്തിന്റെ, ഒരു അറിവിന്റെ, ഒരു ദർശനത്തിന്റെയും വക്താക്കളായിട്ട്. ഇതിന് മാച്ച് ചെയ്യാൻ ഒരു സാധനമില്ല ലോകത്ത്. നമ്മൾ സാധാരണ ആൾക്കാർ വെറുതെ വീമ്പ് പറയുന്ന പോലെ അല്ല ഇത് പറയുന്നത്. ആത്മാവെന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന ഏക ദർശനം ബൗദ്ധമാണ്. അതങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ ചുമ്മാ പറയുകയല്ല ചെയ്യുന്നത്. അകത്തേക്ക് അത്രയും ഡീപ്പായിട്ട് നമ്മൾ ഉറ്റുനോക്കി ആഴത്തിൽ ഇറങ്ങി നമ്മൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിച്ചു വരുമ്പോൾ മാത്രമാണ് അത്ര ആഴത്തിലേക്ക് അത് മനസ്സിലാകുന്നത്. ആത്മാവെന്ന് പറയുന്ന സാധനം മിഥ്യയാണെന്നും നമ്മൾ തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്, എവർ ചേഞ്ചിങ് എൻറ്റിറ്റിയാണ്, അനിത്യമാണെന്ന് നമ്മൾ മനസ്സിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. സ്വയം ഞാൻ തന്നെ എപ്പോഴും മാറിക്കൊണ്ട്, നമ്മൾ ഇംഗ്ലീഷിൽ ഹ്യൂമൻ ബീയിങ് നമ്മൾ പറയും, ബീയിങ് ഈസ് ബിക്കമിങ്. ഞാൻ എപ്പോഴും ബിക്കമിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു എൻറ്റിറ്റിയാണ്, ഒരു പ്രതിഭാസമാണെന്ന് ഞാൻ സ്വയം മനസ്സിലാക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ദർശനമാണത്.
മറ്റു പലരും അവിടെ അത്രയും ആഴത്തിൽ എത്താതെ അതിനു മുമ്പ് തിരിച്ചു മടങ്ങിപ്പോയിട്ട് ചില അനുമാനങ്ങളിൽപ്പെട്ട് ആത്മാവെന്ന് പറയുന്ന സാധനത്തെ ആസ്പദമാക്കി ഗ്രന്ഥങ്ങൾ എഴുതുകയും ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വഴിതെറ്റി പോകുന്ന ആൾക്കാരുള്ള സ്ഥലത്ത് നമുക്ക് കൃത്യമായിട്ട് നമ്മളെ പറ്റിയുള്ള പൂർണ്ണമായിട്ടുള്ള ഉൾക്കാഴ്ച, ഇൻസൈറ്റ് കിട്ടുന്ന ആൾക്കാരെ നമ്മൾ മാറുന്ന രീതിയിലാണ് ആ പഠനങ്ങളെല്ലാം വരുന്നത്. അപ്പം കൃത്യമായ നമുക്കൊരു ഒരു ഒരു കംപ്ലീറ്റ് എന്താ പറയുക, ഒരു കംപ്ലീഷൻ വരികയാണ്, ഒരു പൂർണ്ണത വരികയാണ്. അപ്പൊ അത് നമുക്ക് ഓവർ എ പീരീഡ് ഓഫ് ടൈം നമ്മൾ ഇതിനകത്തൂടെ പഠിച്ച് ഇറങ്ങി മനസ്സിലാക്കി ഇത് വന്നപ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്, ഇതിന്റെ മഹത്വം മനസ്സിലാവും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഇത്രയും നല്ല സാധനം നമ്മുടെ ഉണ്ടായിട്ട് നമ്മുടെ ആൾക്കാരത് മനസ്സിലാക്കുകയോ ഉപയോഗപ്പെടുത്തുകയോ ഒരു സമൂഹമായിട്ട് നമ്മൾ കൂട്ടിച്ചേരുകയോ നമ്മൾ ബലവത്താവുകയോ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ സംഗതികളൊന്നും മനസ്സിലാക്കി കഴിഞ്ഞാലുണ്ടല്ലോ, ഇന്ത്യയിലെ ഫിലോസഫിക്കലായിട്ടുള്ള ഡിബേറ്റ്സിലൊന്നും നമ്മുടെ അടുത്ത് പിന്നെ ഒരാൾ നിൽക്കില്ല. ഒരാൾക്ക് നമ്മളെ പരിസരത്ത് വരാൻ പറ്റില്ല. ഈ പറയുന്ന ഉപനിഷത്തുകള് മറ്റത് അത് എന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ പറയുന്നതൊക്കെ വെറും സബ്സ്റ്റാൻഡേർഡ് ആണ്, സബ്സ്റ്റാൻഡേർഡ് ആണ്. വലിയ നെറ്റി നിറയെ വല്ല ഭസ്മമൊക്കെ പൂശി ഇങ്ങനെ വേഷം കെട്ടി ഓരോരുത്തർ ഇരിപ്പുണ്ട്. നമ്മൾ ഈ പറയുന്നതിന്റെ അടുത്തെങ്ങും വരില്ല, അതൊന്നും വളരെ ഇൻഫീരിയർ ആണ്. അപ്പൊ അത്രയും വലിയ ഒരു എന്താ പറയുക, ഇന്ത്യയുടെ തന്നെ ദാർശനികമായ നേതൃത്വം ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ജനതയാണ് നമ്മൾ. ആ നമ്മളാണ് ഒന്നും അറിയാൻ മേലാതെ എന്തൊക്കെയോ അടിമകളായി ആരുടെയൊക്കെയോ കീഴിൽ ആരുടെയൊക്കെയോ ചവിട്ടും തുപ്പും ആട്ടും തുപ്പും ഏറ്റ് വിവേചനത്തിനിരയായി ഇങ്ങനെ നമ്മൾ പോകുന്നു. നമുക്ക് അങ്ങനെ സങ്കടം ഉണ്ടാവും, ദുഃഖം ഉണ്ടാവും. അപ്പൊ അതിനെ നമ്മൾ തിരിച്ച് വീണ്ടെടുത്ത് നമ്മൾ കൊണ്ടുവരിക എന്ന് പറയുന്നത് എന്താ പറയുന്നത്, ഒരു ചരിത്രപരമായ ഒരു ദൗത്യമാണ് നമ്മുടെ എല്ലാവരുടെയും പുറത്ത്. ഒരുപക്ഷെ നമ്മൾ ഭാഗ്യവാന്മാരാണ്, കാരണം അത്ര ഒരു ദൗത്യം എല്ലാവർക്കും കിട്ടത്തില്ല. ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മുടെ ഈ ജനറേഷനാണ് അത് കിട്ടിയിരിക്കുന്നത്. ബാബാ സാഹേബ് അതിനുള്ള ക്ലൂ എല്ലാം തന്നിട്ടാ പോയത്. നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ശരിക്കും പറഞ്ഞ ഒരു സുവർണ അവസരമാണ്. ഒരു ജനതയെ, ഏറ്റവും അടിമപ്പെട്ടു പോയ ഒരു ജനതയെ മുകളിലേക്ക് പൊക്കിയെടുക്കാനായിട്ടുള്ള നിയോഗം കിട്ടിയിരിക്കുന്ന ഒരു തലമുറയാണ് നമ്മുടെ. പിന്നീട് വരുന്ന തലമുറകൾക്ക് പോലും അഭിമാനിക്കാൻ പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളത് ചെയ്യുന്നില്ലെന്നാണ്. ഓരോരുത്തരും നമ്മളെ കൊണ്ടാവുന്ന തന്നാലാവുന്ന ചെയ്താൽ മതി സാറേ, അതിന്റെ അപ്പുറത്തോട്ട് നമ്മൾ ചെയ്യേണ്ട. അപ്പൊ തന്നെ ഇതൊരു ഭയങ്കര സിനർജിക് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ആയിട്ട് മാറി വരും. അപ്പൊ നമ്മളിപ്പം എനിക്ക് എൻ്റെ ഈ പരിമിതമായ സമയത്തിനുള്ളിലും സാഹചര്യത്തിനുള്ളിലും വെച്ച് നമ്മൾ ഇത്രയും ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വീർപ്പുമുട്ടൽ നിൽക്കുക. അതായത് ഇത്രയും സാധനം നമുക്ക് നമ്മുടെ ഉള്ളിൽ കിടന്നിട്ട് നമുക്ക് ആൾക്കാരിലേക്ക് ഇത് എത്തിക്കണം. അതുകൊണ്ടാണ് നമ്മളിത് പുറത്തേക്ക് എടുക്കണം. അതിനുവേണ്ടി നമ്മൾ അറിയാതെ നമ്മുടെ ഉള്ളിൽ ആ പ്രഷർ വരികയാണ്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി ആഴത്തിൽ അറിയുകയും പഠിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമ്മൾ അറിയാതെ തന്നെ നമ്മളുടെ ഉള്ളിലുള്ള ആ ഒരു വ്യക്തി എന്നുള്ള രീതിയിലുള്ള നമ്മുടെ ടാലൻസ് ഉണ്ടല്ലോ, നമ്മുടെ കഴിവുകളുണ്ടല്ലോ, അത് തന്നെ അങ്ങ് പുറത്തു വരും. നമ്മൾ ചിന്തിക്കത്ത് പോലുമില്ല. ഇപ്പൊ ഞാൻ ആ 1.5 മണിക്കൂർ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു പോലുമില്ല. സത്യം പറയാൻ എനിക്ക് അങ്ങനെ ഞാൻ എന്നെപ്പറ്റി ഒരു പക്ഷേ ഞാൻ ചിന്തിച്ച് കോൺഷ്യസ് ആയിപ്പോഴേ എനിക്ക് ചിലപ്പോൾ അത്ര സംസാരിക്കാൻ പറ്റത്തില്ല. ഞാൻ എന്നെ പോലും മറന്ന് നമ്മൾ സംസാരിക്കുന്ന സമയത്തേക്ക് നമ്മളെ കാരണം അത്രയും പ്രഷർ നമ്മുടെ ഉള്ളിൽ നിന്ന് വരികയാണ്, നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് അത്രയും കാര്യങ്ങൾ. അപ്പൊ ഈ ഒരു സംഭവം എല്ലാവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴാ പ്രശ്നം വരുന്നത് കഴിഞ്ഞാൽ നമ്മളെപ്പറ്റി തന്നെ നമ്മൾ ആലോചിച്ച് കോൺഷ്യസ് ആയി നമ്മളെ ലിമിറ്റ് ചെയ്ത് കളയും. നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഔട്ട്പുട്ട് നമുക്ക് കിട്ടത്തില്ലാതെ വരും, നമ്മൾ ചുരുങ്ങിപ്പോകും. പക്ഷെ നമ്മൾ ഇതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ നമ്മളെപ്പറ്റി ഓർക്കാൻ നമുക്ക് സമയം കിട്ടത്തില്ല. അപ്പൊ നമ്മളുടെ എല്ലാ കാര്യങ്ങളും അപ്പം ഇതിനകത്ത് വേറൊരു വലിയ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമുണ്ട്. അതായത് റെസ്പോൺസിബിൾ സിറ്റിസൺസ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുറത്ത് ഒത്തിരി ചുമതലകളുണ്ട്. നമ്മുടെ ഈ കഴിവുകൾ എല്ലാ തലത്തിലും നമുക്ക് ഉപയോഗപ്പെടുത്താനുണ്ട്. അതായത് വ്യക്തിപരമായി നമ്മൾ ഉപയോഗപ്പെടുത്താനുണ്ട്. വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ എൻ്റെ കഴിവുകൾ ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ എൻ്റെ നില ഭദ്രമാക്കാൻ എനിക്ക് പറ്റത്തുള്ളൂ. എൻ്റെ പേഴ്സണൽ നില, എൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഭദ്രമാക്കിയേ പറ്റൂ.
എന്നെങ്കിൽ മാത്രമേ എനിക്ക് ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റൂ. അപ്പൊ ഞാൻ പഠിക്കുകയാണെങ്കിൽ ഞാൻ നന്നായിട്ട് പഠിക്കണം, ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്യണം, ഞാൻ എൻ്റെ കരിയറിലാണ് നന്നായിട്ട് പെർഫോം ചെയ്യണം. അത് ചെയ്തുകൊണ്ട് എൻ്റെ നില ഭദ്രമാക്കി നിർത്തിക്കൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ സൊസൈറ്റിക്കൂടെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാബാ സാഹേബ് അത് കൃത്യമായിട്ട് ചെയ്ത ആളാണ്. പക്ഷെ നമ്മുടെ പല സമയത്തും പല ആൾക്കാരും കാണുന്നത് അത് പൊളിറ്റിക്സ് പറഞ്ഞാൽ പിന്നെ അവർ ആ വഴി കൂടെ മാത്രം അങ്ങ് പോകും. അവരവരുടെ ഭാഗമോ അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ അത് ഒരു വഴി കൂടെ അങ്ങനെ അല്ല അതിനെ കൊണ്ടുപോകേണ്ടത്. അത് സീരിയസ് അല്ല, അത് റെസ്പോൺസിബിൾ അല്ലത്. ബാബാ സാഹേബ് അതിന് കൃത്യമായ അദ്ദേഹം ഒരേ സമയത്ത് ബാരിസ്റ്ററായിട്ടും ലോയറായിട്ടും ഗവൺമെന്റിന്റെ അഡ്വൈസറായിട്ടും ലോ മിനിസ്റ്ററായിട്ടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വന്തമായിട്ടുള്ള ഒരു പേഴ്സണൽ ലൈബ്രറി ഉണ്ടാക്കിയെടുത്തു, സ്വന്തമായിട്ട് രാജഗൃഹ പോലുള്ളൊരു വീട്, മിലന്റ് കോളേജ്, മറ്റു സംഭവങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തു. അദ്ദേഹത്തിന്റെ എല്ലാ വ്യക്തിപരമായിട്ടുള്ളതും കരിയർ വൈസ് ആയിട്ടുള്ളതും ഓക്യുപ്പേഷൻ ആയിട്ടുള്ളതും പാഷൻ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ചെയ്തു. അങ്ങനെ തന്നെയാണ് നമ്മൾ വരേണ്ടത്. നമ്മൾ കൂടുതൽ പൂർണ്ണതയുള്ള ഒരു വ്യക്തി ആവുക ചെയ്യുന്നത്. സാധാരണ രാഷ്ട്രീയം കളിക്കുന്ന പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറച്ച് സോഷ്യൽ ആക്ടിവിസം കളിക്കുന്ന പോലെ കളിക്കേണ്ട കളിയല്ല ഇത്. ഒത്തിരി വലിയ റെസ്പോൺസിബിലിറ്റി നമ്മുടെ പുറത്തുണ്ട്. അപ്പം നമ്മൾ ഒരു കണക്കിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു തലമുറ ഭാഗ്യം ചെയ്തവരാ. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം എന്തായാലും നമ്മൾ മരിക്കും ഒരു ദിവസം. ഇപ്പോൾ ബാബാ സാഹേബ് പറഞ്ഞ എത്ര നാള് നമ്മൾ ജീവിക്കുന്നുള്ളതല്ല, എത്ര ഗ്രേറ്റ് ആയിട്ട് നമ്മൾ ജീവിക്കുന്നുള്ളതാണ് ഒരാളുടെ ലൈഫിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെ വെറുതെ അടിച്ചു പൊളിച്ച് സുഖിച്ച് ജീവിച്ചാലും നമ്മൾ ഒരു ദിവസം മരിക്കും, അല്ലെങ്കിലും മരിക്കും. അപ്പൊ നമ്മൾ ജീവിക്കുന്ന അത്രയും കാലം, ആ കാലയളവ് എത്ര എഫക്റ്റീവായിട്ട് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതാണ്. 65-ാമത്തെ വയസ്സിൽ ബാബാ സാഹേബ് മരിക്കുന്നുണ്ട്. ആ 65 വയസ്സ് എന്ന് പറയുന്നത് 650 വർഷം, 6500 വർഷം ഹ്യൂമൻ വർഷങ്ങളുടെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാനിപ്പോ ഇവിടെ പറയുമ്പോൾ ഞാൻ ഒരു ജസ്റ്റ് ഒരു ബുദ്ധിസത്തിന്റെ ടീച്ചർ മാത്രമായിട്ടല്ല, അല്ലെ വിപസന പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ അഷ്ടാംഗമാർഗം പഠിപ്പിക്കുന്ന ടീച്ചർ മാത്രമായിട്ടല്ല. നമ്മൾ ഒരു കാര്യം മുമ്പോട്ട് വെക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ പറയുന്നത്. നമ്മളുടെ സോഷ്യൽ സിസ്റ്റം, നമ്മുടെ പൊളിറ്റിക്കൽ സിസ്റ്റം, നമ്മുടെ ആർട്ടിന്റെ കലയുടെ മേഖലകൾ, നമ്മുടെ സാംസ്കാരികമായ മേഖലകൾ, അതിനോടൊപ്പം തന്നെ നമ്മുടെ വ്യക്തി, നമ്മുടെ ആധ്യാത്മികത അല്ലെങ്കിൽ നമ്മുടെ സ്പിരിച്വാലിറ്റി, നമ്മുടെ മനസ്സ്, ഇതെല്ലാം കൂടിയാണ് ഒരു വ്യക്തിയാവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മുടെ ഡിസ്കഷന്റെ അകത്ത് എല്ലാ ഭാഗങ്ങളും നമ്മൾ ടച്ച് ചെയ്തു പോകുന്നത്. മുരളീധരൻ സാർ പറഞ്ഞ പോലെ അഷ്ടാംഗമാർഗം നമ്മൾ പറയുകയും ചെയ്യും, അതിന്റെ കൂടെ തന്നെ നമ്മുടെ പൊളിറ്റിക്സ്, നമ്മുടെ ജീവിതം, നമ്മുടെ സംസ്കാരം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ആർട്ട്, നമ്മുടെ കൾച്ചർ, നമ്മുടെ കരിയർ എല്ലാം നമ്മളുടെ മേഖലകളാണ്. ഇപ്പൊ സാർ എന്തായാലും ഇത്രയും എന്താ പറയുക, ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സാർ കേട്ടതും സാറിനെ പരിചയപ്പെടാൻ സാധിച്ചതും ഒക്കെ ഒത്തിരി സന്തോഷം. സാറിന്റെ നമ്പറും ഒക്കെ ഷെയർ ചെയ്യുക. നമുക്ക് ഈ സമാനമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെല്ലാവരുമായിട്ട് നമുക്ക് ഒരു നെറ്റ്വർക്ക് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് നമ്മൾ പോകണം. ഒത്തിരി സന്തോഷം സാർ വന്നതിലും അഭിപ്രായം പറഞ്ഞതിലും. താങ്ക് യു. താങ്ക് യു. താങ്കള് വീണ്ടും സംസാരിക്കുമ്പോൾ വീണ്ടും പുതിയ ഓരോ വാക്കുകളും പുതിയ അറിവുകളായിട്ട് തന്നെയാണ് എന്നെ സംബന്ധിച്ച് വരുന്നത്. അതുപോലെ കേൾക്കുന്ന എല്ലാ കേൾവിക്കാരെ സംബന്ധിച്ച് അങ്ങനെ തന്നെയാണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സാർ. എനിക്കൊരു സംശയമുള്ളത്, ഈ നമ്മളിപ്പം ഇന്ത്യയിലെ അല്ല കേരളത്തിലെ ഡിപ്രസ്ഡ് ക്ലാസ്, എന്താണ് അവരങ്ങനെ ആയിത്തീരാൻ? നമ്മളിപ്പോ എത്രയോ വർഷങ്ങളായി പിന്നെ ആ ഒരു അടിമത്തം അനുഭവിക്കുന്നുണ്ട്. എന്താണ് ആ ഒരു സമൂഹം ആ രീതിയിലേക്ക് വരാൻ അതിനെന്തെങ്കിലും ചരിത്രപരമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടോ എന്ന് അറിയാൻ? ഉണ്ട് സാർ. അതൊരു വലിയ ഒരു പ്രോസസ്സാണ്. അതായത് അത് ചിലപ്പോൾ നമ്മളുടെ അജയ് സാർ അത് നമുക്ക് സാറിന്റെ ക്ലാസ്സുകളൊക്കെ അയച്ചു കൊടുക്കാം. അത് പിന്നെ ചെയ്യാം. മറ്റുള്ളവർക്ക് ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ സുരേഷ് സാറേ, സാറിന്റെ എന്റെ നമ്പർ ഞാൻ ഇട്ടിട്ടുണ്ട്, 9895850174. അതിലേക്കൊരു ഹായ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പം
എത്ര മാസമായി, ഒരു കൊല്ലത്തോളമായി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇതിപ്പോ റീച്ച് കിട്ടുന്നില്ല, നമുക്ക് മാധ്യമമില്ലല്ലോ. അപ്പോൾ സാറ് ഇത് ഏത് ഗ്രൂപ്പിൽ നിന്നാണ് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നമ്മളിത് ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. ബി മിഷനിൽ എപ്പോഴും ഞാൻ ഷെയർ ചെയ്യാറുണ്ട്, സാറ് ചിലപ്പോൾ കണ്ടു കാണത്തില്ല നമ്മുടെ ക്ലാസ്സുകളൊക്കെ. അതായത് ഞായറാഴ്ചകളിലാണ് ഇതിൻ്റെ ക്ലാസ് നടക്കുക. അതല്ലാതെ തന്നെ ഇൻസൈറ്റ് എന്ന് പറഞ്ഞിട്ട് തിങ്കൾ മുതൽ വ്യാഴം വരെ നമ്മുടെ ഈ അഷ്ടാംഗമാർക്കത്തിൻ്റെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ ബാംസഫിൻ്റെ ഭരണഘടനാപരമായിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ശനിയാഴ്ച, അതിപ്പോൾ തൽക്കാലത്തേക്കൊന്ന് നിർത്തി വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള ഓൺലൈനായിട്ടാണ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തിട്ട് തരാം. അതുപോലെ നേരത്തെ നമ്മൾ റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ നമ്മൾ ഇട്ട് തരാം. ഈ ചരിത്രം എന്ന് അതെ, അതായത് സംസാരിക്കാനും മാത്രമുണ്ട്. ഞാൻ സാറുമായിട്ട് അത് ചരിത്രം എന്ന് പറയുന്നത്, നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് ഈ കുത്തുകൾ യോജിപ്പിക്കുമ്പോൾ യോജിപ്പിച്ചെടുക്കേണ്ട ഒരു ചരിത്രമാണ് നമ്മൾക്കുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് കൃത്യമായിട്ട് പിന്നെ എവിടെന്നെങ്കിലും കിട്ടത്തില്ല എന്നുള്ള ഒരു സത്യമാണ്. അപ്പോൾ അതിനെ പ്രിസൈസായിട്ട് ഓൺലൈനായിട്ട് തന്നെ പിന്നെ വീഡിയോകളായിട്ട് തന്നെ സാർ ഇത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇനി അടുത്ത സീസണിൽ നമുക്ക് നേരിട്ട് ലൈവായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. ഒരു ബുക്ക് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ബുക്കിന്റെ അകത്ത് ഏറെക്കുറെ സാർ ഇപ്പൊ ഈ ചോദിച്ച ആ ഒരു പോർഷനും കൂടെ എങ്ങനെയാണ് നമ്മൾ ചരിത്രപരമായിട്ട് ഇങ്ങനെ ആയി പോയത് എന്നുള്ളതിന്റെ ഒരു ഔട്ട്ലൈൻ ഞാൻ അതിനകത്തൂടെ ഇടുന്നുണ്ട്, നാൾ വഴികൾ ഇടുന്നുണ്ട്. പിന്നെ ഓരോ പ്രദേശത്തും പ്രാദേശികമായിട്ടുള്ള ചില സംഭവവികാസങ്ങളെ അവർ ഓരോരുത്തരും എത്തിപ്പെട്ടിട്ടുണ്ട്. അതായത് ഇപ്പം എനിക്കൊരു അജണ്ടയുണ്ട്, എനിക്കൊരു ജനതയെ കീഴ്പ്പെടുത്തണം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓരോ സംസ്ഥാനത്തും പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ രാജ്യത്തും പോകുമ്പോൾ ഓരോ ചെറിയ തന്ത്രങ്ങളായിരിക്കും. പക്ഷെ ബേസിക്കലി എൻ്റെ ഒരു പാറ്റേൺ അവരെ കീഴ്പ്പെടുത്തുക എന്നുള്ള, അതിന് വേണ്ടിയിട്ട് ഞാൻ പല ചില തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനത്തെ ചില വേരിയേഷൻസ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഒക്കെ അവർ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. പക്ഷെ ബേസിക്കലി അവരെന്തുകൊണ്ട് വന്നു, എങ്ങനെ നമ്മൾ കീഴ്പ്പെടുത്തി, നമ്മളുടെ എന്തൊക്കെ വീക്ക്നെസ്സുകൾ, എന്തൊക്കെ ദൗർബല്യങ്ങളാണ് നമുക്ക് പെട്ടുപോയത്, നമ്മൾ എങ്ങനെയാണ് അടിപ്പെട്ടു പോയത്, അതുമൊക്കെ അതിനകത്ത് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതിനകത്ത് ബേസിക്കലി നമ്മളുടെ വിശ്വാസത്തെ, നമ്മുടെ ബ്രെയിനിനെ, ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്തു, നമ്മളെ കൊണ്ട് പല രീതിയിൽ ചിന്തിപ്പിച്ച്, നമ്മളെ ഡിവൈഡ് ചെയ്യിപ്പിച്ച്, നമ്മളെ പറ്റിച്ച്, നമ്മളെ അടിമപ്പെടുത്തിയെടുക്കുകയാണ്. ബേസിക്കലി കളിച്ചത് മുഴുവൻ മാനസിക തലത്തിലാണ് കളിച്ചത്. അപ്പോൾ അതൊരു വലിയൊരു ഒരു എക്സ്പ്ലനേഷൻ, ഒരു വലിയ ഒരു ടോപ്പിക് തന്നെയാണ്. ആ സാറിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ള ക്ലാസ്സുകൾ തരികയോ സംസാരിക്കുകയോ ചെയ്യാം. കുറെ ഉണ്ട് പറയാൻ. തീർച്ചയായും. താങ്ക് യു. അടുത്ത ചോദ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പോകാം. സാറേ, ഇന്നത്തെ ക്ലാസ് തീരാറായോ? ഈ വേടന്റെ കാര്യങ്ങള് എത്രത്തോളം സംസാരിച്ചെന്നുള്ള ഞാൻ തുടക്കത്തിലേ അത് കേട്ടില്ലായിരുന്നു. എൻ്റെ ആ വിഷയത്തിൽ നിന്ന് പിന്നീട് ഡെവലപ്പ് ചെയ്ത് പോയി കഴിഞ്ഞിട്ട് കുറച്ച് ഭാഗമാണല്ലോ ഞാൻ കേട്ടത്. ഇല്ല, നമ്മളിപ്പോ ഏറെക്കുറെ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ചില ഡൗട്ടുകളും കാര്യങ്ങളൊക്കെയാണ്. വേടന്റെ കാര്യത്തെ പറ്റി നമ്മൾ സംസാരിച്ചത് ഇതാണ്. ബേസിക്കലി ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട് എന്നുള്ളത് ഒന്നും കൂടെ ഫേം ആയിട്ട്, ഒന്നുകൂടെ ഉറച്ച് വേടൻ സ്റ്റേറ്റ് ചെയ്തു എന്നുള്ളതാണ്. വേടൻ അത് നമ്മുടെ മുമ്പിൽ മിണ്ടാതിരുന്ന് പുതുക്കി വെച്ചോണ്ടിരുന്ന സാധനത്തിനെ പുള്ളിക്കാരൻ പൊട്ടിച്ചെറിഞ്ഞ് നമ്മുടെ മുമ്പിൽ വന്നു. അത് പൊതുസമൂഹത്തിനും കൂടെ, മറ്റേതെന്നാ ഈ ചർച്ചകൾ മുഴുവൻ ഈ ചെറിയൊരു വിഭാഗത്തിനിടയ്ക്ക് മാത്രം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വേടൻ അതിനെ അങ്ങ് എന്താ പറയുക, പബ്ലിക്കാണ്. അതാണ് നമ്മളിപ്പോൾ ചെയ്തത്. പക്ഷെ സൊല്യൂഷന്റെ ഭാഗത്തേക്കാണ് നമ്മൾ പിന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തത്. പറഞ്ഞ പ്രോബ്ലം ആണെങ്കിലും അതെങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുന്നതിനെ പറ്റിയാണ് നമ്മൾ. ഓക്കെ, അത് വേടൻ റാപ്പിലൂടെ അവതരിപ്പിച്ചത് ഈ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു രാജ്യത്തെ ബാധിച്ചിരിക്കുന്ന അസ്വസ്ഥത, യഥാർത്ഥത്തിലുള്ള അസ്വസ്ഥത എന്താണെന്ന് കൃത്യമായിട്ട് അത് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നുള്ളത്. പിന്നെ നമ്മുടെ ബുദ്ധധർമ്മത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ആ അസ്വസ്ഥത എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് ആളുകളെ കൊണ്ട് സാധിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പരിഹാരം, അങ്ങനെയുള്ള ആ ഒരു പാറ്റേണിലേക്ക്, ഈ അരിയ സത്യങ്ങളുടെ ആ പാറ്റേണിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും ആളുകൾ കുറെ ബോധവാന്മാരാകും. ആ ബോധം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു തുടക്കം കുറിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വേടന്റെ തന്നെ ചില പരാമർശങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്, വേടൻ നല്ല
അതായത് വായന ഉള്ള വ്യക്തിത്വമാണ്. അതുപോലെ തന്നെ വേടന് അംബേദ്കറിസമാണ് സംസാരിച്ച് തുടങ്ങുന്നത്. അതാണ് വേടന്റെ ഒരു പിൻബലം എന്നൊക്കെ വേടൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട്. അതെ അതായത് അതെ, ഡൗട്ടൊന്നുമില്ല. ആള് ചെറുപ്പക്കാരനാണെങ്കിലും ആളുടെ ആ ഈ റാപ്പ് സോങ്ങിലൂടെ അദ്ദേഹം സമൂഹത്തോട് സംവദിക്കുന്നത് വളരെ ഷാർപ്പിംഗ് ആണ്. പെനിട്രേറ്റിംഗ് പവർ കൂടുതലാണ് വേടന്റെ വാക്കുകൾക്കും നല്ല കവിതകൾക്കും. നല്ല നല്ല ബുദ്ധിയുള്ള പയ്യനാ, നല്ല ഷാർപ്പാണ്. അതെ അതെ, അതാണ് നമ്മളെ അങ്ങനെ ഒരു ആള് ഈയിടെ തിരുമാവളവൻ MP ആയിട്ട് വീഡിയോയിൽ സംസാരിക്കുന്നത്, അതും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലെല്ലാം നന്നായിട്ട് കവർ ചെയ്യുന്നുണ്ട്. അപ്പൊ തിരുമാവളവൻ MP പറയുന്ന ഒരു കാര്യം, 35 വർഷമായിട്ട് ഞങ്ങള് പറഞ്ഞുകൊണ്ടിരുന്നത് മിനിറ്റ് കൊണ്ട് താങ്കൾ വെറും ഒരു 3 മിനിറ്റിലുള്ള താങ്കളുടെ കവിതയിലൂടെ ജനത്തോട് സംവദിക്കുകയാണെന്നാണ്. അത് ഭയങ്കര നമ്മളെ ശരിക്കും പറഞ്ഞാല് അത് ശരിക്കും നെഞ്ചേറ്റിൽ താലോലിക്കാണ് അങ്ങനെയുള്ള നമുക്ക് പറ്റുന്ന ഒരു വലിയൊരു പ്രശ്നം എവിടാന്ന് പറഞ്ഞാല്, ഞാൻ പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിന്റെ ഒരു കുറ്റപ്പെടുത്തലല്ല, നമ്മളുടെ ഒരു അടിമത്തത്തിൽ പെട്ടുപോയ ഒരു സമൂഹം ആയതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഇതുപോലൊരു മിശിഹായ ഒരാൾ വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം. അപ്പോൾ പണ്ടിടയ്ക്ക് വെച്ചൊരു കാഞ്ചിറാം വന്നപ്പം അദ്ദേഹത്തിന്റെ ചിറകിലേറി ഇനി അങ്ങ് പോയാൽ മതി എന്ന രീതിയിലാണ്. പക്ഷേ ഇങ്ങനെ ഒരാള് അവതരിച്ചിട്ട് അയാളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു ഡിപ്പെൻഡൻസിയാണ്, ഒരു ആശ്രിതത്വമാണ്. അങ്ങനെ അല്ല വേണ്ടത്. വേടൻ അവനെ കൊണ്ടാവുന്ന അത്രയും കാര്യങ്ങൾ അവൻ ചെയ്യുന്നു. പക്ഷെ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു സമയത്ത് അവന്റെ ഏതെങ്കിലും ഒരു ചുവടുവെപ്പുകളോ അല്ലെങ്കിൽ അവന്റെ എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻസോ മിസ്റ്റേക്ക് ആയി കഴിഞ്ഞാൽ ഈ ആൾക്കാർ മുഴുവൻ അപകടത്തിലേക്ക് പോകും. അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവൻ ചെന്ന് പോകുന്ന ആ രീതി ശരിയല്ലാതുണ്ടെങ്കിൽ ഈ ആൾക്കാർ, അങ്ങനെയല്ല നമ്മൾ അതിനെ കാണേണ്ടത്. നമ്മൾ പോകേണ്ടത് അതിൽ നമുക്ക് ഇടയ്ക്കൂടെ വന്ന് നമുക്കൊരു വല്ലാത്തൊരു ബൂസ്റ്റപ്പാണ്. ആ ബൂസ്റ്റപ്പിനെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഓരോരുത്തരും അതുപോലെ ആവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പക്ഷെ അങ്ങനെ നമ്മൾ ശ്രമിക്കാറില്ല. നമ്മൾ മിക്കവാറും ശ്രമിക്കുന്നത് ഒരാൾ നമ്മളിങ്ങനെ വരട്ടെ, ഒരാൾക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരുന്നിട്ട് അയാൾ വരുമ്പോഴത്തേക്ക് അയാളുടെ ചിറകിലേറി അയാൾ പോകുന്ന വഴി പോയി രക്ഷപ്പെടാമെന്നുള്ളതാണ്. അങ്ങനെയല്ല നമ്മൾ കാണുന്നത്. ഇപ്പോൾ കാഞ്ചിറാം ജിൻഡയുടെ അല്ലെങ്കിൽ മായാവതിയുടെ ഒക്കെ അവരുടെ അതിനകത്ത് അവസാനം മായാവതിയുടെ ഒക്കെ ചില സ്ട്രാറ്റജികൾ തെറ്റിപ്പോയപ്പോഴത്തേക്ക് മൊത്തം ആ ഒരു എന്താ പറയുക മൂവ്മെന്റ് തന്നെ പോയി. അങ്ങനെയല്ലല്ലോ വേണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഓരോരുത്തരും പഠിച്ച് വരണം. അവനെ കൊണ്ടാവുന്ന വേറെ ചെയ്തെന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ചെറുപ്രായത്തില് അത്ര ഷാർപ്പായിട്ടുള്ള വരികൾ എഴുതണമെങ്കിൽ തന്നെ നല്ല ബുദ്ധിയുള്ള ഒരാൾക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. കാരണം മിനിമം വാക്കുകൾ കൊണ്ടാണ് ഭയങ്കരമായ മീനിങ്സ് കൺവേ ചെയ്യുന്നത്. അപ്പം ആ ആള് വിദ്യാഭ്യാസം സ്കൂളിൽ പോയിട്ടുള്ള കിട്ടിയല്ല, വായിച്ച് സാറ് പറഞ്ഞ പോലെ തന്നെ വായിച്ച് തന്നെ ഉണ്ടാക്കിയെടുത്ത അറിവുകളാണ്. അപ്പൊ അത് അവൻ്റെതായ രീതിയിൽ ആ മാധ്യമത്തിലൂടെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്താൻ പറ്റുന്നതിൽ പെനിട്രേറ്റ് ചെയ്യുന്ന രീതിയിൽ അത് എത്തിക്കാൻ പറ്റും പുള്ളിക്ക്. അതിനെ നമ്മൾ ഉപയോഗപ്പെടുത്തുക ചെയ്യേണ്ടത്. അല്ല, നമ്മളത് മനസ്സിലാക്കുന്നത് വേടൻ ആക്ച്വലി നമ്മളുടെ ഒരു സ്വത്ത് തന്നെയാണ്. നമ്മളുടെ ആ സ്വത്തിനെ സംരക്ഷിക്കാനായിട്ട് നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ വേടൻ ഇപ്പൊ നമ്മളിപ്പോ ഈ ഒറിജിനലായിട്ട് ബുദ്ധധർമ്മത്തെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും അവനവനെ തന്നെ ഉള്ള ആ ഒരു ഈ അവബോധത്തെ നമ്മൾ തിരിച്ചറിയണം, കണ്ടെത്തണം. അതാണ് നമ്മളെ രക്ഷിക്കുന്ന സഹായിക്കുന്ന ഒരു ബോധ്യത്തിലേക്ക് വരുന്നുണ്ടല്ലോ. ഒറിജിനലായിട്ട് സാറിന്റെ ക്ലാസ്സുകളിൽ നിന്ന് അത് ബോധ്യമാകുന്നുണ്ടല്ലോ. അതിലേക്ക് വേടൻ സ്വയം എത്തിച്ചേർന്ന് കഴിയുമ്പോൾ തന്നെ ഇനിയും വേറൊരു ലെവലിലേക്ക് അത് മാറും. അത് ഉറപ്പാണ്. കാരണം വെച്ച് കഴിഞ്ഞാല് ഏതാനും വർഷങ്ങളുടെ ഏതാനും നാളുകളുടെ ആ പരിശ്രമം വേടൻ നിരീക്ഷിച്ചത് റാപ്പ് കേരളത്തിന് അന്യമായിട്ടുള്ള ഒരു കലയാണ്. റാപ്പിലൂടെ ആശയങ്ങൾ കിട്ടിത്തുടങ്ങിയിട്ടില്ല കേരളത്തിന്. അത് പുതിയ പരീക്ഷണമാണ് നടത്തുന്നത്. അതില് വേടൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ വിജയിച്ചു വരുന്നുണ്ടെന്നുള്ളതാണ് വേടന്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാകുന്നത്. എന്നാലും ഈ ഒരു ഊർജത്തെ ശരിക്കുള്ള ഒരു ആക്ഷൻ പ്ലാനിലേക്ക് നമുക്ക് കൊണ്ട് എത്തിക്കണം. അപ്പോഴാണ് അതാണ് വേണ്ടത്. അത് ഞാൻ മനസ്സിലാക്കി. സാറിന്റെ ഇടയ്ക്കുള്ള ക്ലാസ്സിലെ പരാമർശം ഞാൻ മനസ്സിലാക്കി. നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതിന് ഒരു രൂപരേഖയായി. അല്ലെങ്കിൽ ഈ ഊർജ്ജം അങ്ങ് കുറച്ച് കഴിയുമ്പോൾ ചോർന്നു പോകും. അത് വരരുത്. ഇതിനെ നമുക്ക് ഉപയോഗപ്പെടുത്തണം.
അല്ല, നമ്മൾ ഈ അഷ്ടാംഗ മാർഗം ശരിക്കും ഉൾക്കൊണ്ട് കഴിഞ്ഞാലേ ഈ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ കുറച്ച് നമ്മളിൽ നിന്ന് പുറത്തു വരും. വരും വരും. അപ്പൊ ഞാൻ ഇടയ്ക്ക് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഈ സാറിന്റെ ക്ലാസ് ഒക്കെ കേട്ട് കഴിയുമ്പോഴേ നമ്മളുടെ വാക്കുകൾ തന്നെ നമ്മൾ മറ്റുള്ളവരോട് കൺവേ ചെയ്യുന്നതിന് തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. നമ്മൾ പറയുന്നത് നമ്മളെന്തോ മറ്റുള്ളവർക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു അത് തന്നെ നമ്മൾ നമ്മളുടെ വാക്കുകളായിട്ട് പുറത്ത് വരുന്ന രീതിയിലേക്ക് ഞാനൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. താങ്ക് യു അതില് അതില് വീണ്ടും വീണ്ടും ഞാൻ സാറിനോട് നന്ദി സാർ, പറയുന്നു. താങ്ക് യു. കേൾക്കുമ്പോൾ താങ്ക് ഒത്തിരി യു, സന്തോഷം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. ശരി, താങ്ക് യു. മണി സർ, സുരേഷ് സർ, ഉഷ മാം, അകേഷ് സർ, സജീവൻ സർ, അനിൽകുമാർ എല്ലാരും സർ, ചോദിക്കും, സുകുമാരൻ എല്ലാരും സർ. സംസാരിക്കും. നമുക്ക് എല്ലാവരുമായിട്ട് നമ്മൾ ഓപ്പൺ അപ്പ് ആവട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. സാർ, രഞ്ജിത്ത് സാറേ നമസ്കാരം. അജിത് സാറേ നമസ്കാരം. ഈ ദളിത് സംഘടനകൾ ഇത്ര ഉണ്ടായിട്ട് നമ്മൾ എന്താ ഒരു കൊടക്കയിലേക്ക് വരാത്തത്? അത് ഈ രാഷ്ട്രീയക്കാരുടെ ഒരു എന്താ പറയാ, രാഷ്ട്രീയക്കാരുടെ ഒരു നേട്ടമല്ലേ? നമ്മളിങ്ങനെ നമ്മൾ ഒരു ലെവലിലേക്ക് വരാൻ കഴിയാത്തതിന് ഓർക്ക് അതൊരു നേട്ടമായി മാറില്ലേ? അത് അതായത് നമുക്ക് ആഴത്തിലുള്ള പഠനം ഈ പാർട്ടികളെ അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സംഘടനകളെ കൊണ്ട് മുമ്പോട്ട് പോകുന്നവര് നമ്മളെ ആൾക്കാർ എവിടെ എവിടെ എങ്ങോട്ട് എങ്ങനെ നയിച്ച് എവിടെ കൊണ്ട് എത്തിക്കണം എന്നുള്ള പൂർണ്ണമായ ഒരു അറിവ് കൂടെ വേണം അവർക്ക്. അപ്പൊ നമ്മളിപ്പോ ഒരു വണ്ടിയായിട്ട് നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ ഡ്രൈവർക്ക് കൃത്യമായിട്ട് നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിൽ എവിടെ കൊണ്ട് എത്തിച്ച് നമ്മളെ എത്തിക്കണം എന്നുള്ള പൂർണ്ണമായ ഒരു അറിവ് വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ വണ്ടിയെ കയറിയിട്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്ത് എത്തത്തുള്ളൂ. എന്ന് പറയുന്നത് പോലെ നമ്മളിപ്പോ ഒരു മൂവ്മെന്റുമായിട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് നമ്മൾ അവരെ നമ്മൾ ഉത്ബോധിപ്പിക്കുകയാണ്, കാര്യങ്ങൾ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, മനസ്സിലാക്കുകയാണെങ്കിൽ ഞാൻ ഇവരെ ഏതൊക്കെ രീതിയിൽ എങ്ങനെ മോൾഡ് ചെയ്ത് എങ്ങനെ നയിച്ച് നമ്മൾ ഏത് ഡെസ്റ്റിനേഷനിൽ ഏത് ലക്ഷ്യത്തിൽ കൊണ്ട് എത്തിക്കണം എന്നുള്ളത് നമുക്ക് അറിയണം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളുടെ കാര്യങ്ങൾ വരും, കറക്റ്റായിട്ട് വരും. അപ്പൊ ഇതിനകത്ത് പ്രശ്നം വരുന്നതെന്ന് പറയുന്നത് നമ്മുടെ പല സംഘടനകൾക്കും ആ ആൾക്കാർ അത്രയും ആഴത്തിലുള്ള പഠനം നടത്താൻ ഒന്നുകിൽ അവർക്ക് സാഹചര്യം കിട്ടാത്തതുകൊണ്ടാവാം, അവർക്ക് പെട്ടെന്ന് ഉണ്ടാവുന്ന അവരുടെ ഒരു മനസ്സിൽ തോന്നുന്ന ഒരു പ്രൊട്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു വികാരം കൊണ്ട് അവർ പെട്ടെന്ന് സംഭവം. പക്ഷെ അത് മാത്രം പോരാ, പൂർണ്ണമായ ഒരു ഐഡിയ അവർക്ക് വേണം. ഇങ്ങനെ പോയാൽ ഇങ്ങനെ എത്തും, ഇങ്ങനെ പോയാൽ എങ്ങനെ എത്തും, ഇവിടെ പോയാൽ ഇവിടെ എത്തും, ഇങ്ങനെ ലാസ്റ്റ് എനിക്ക് എൻ്റെ ആൾക്കാരെ കംപ്ലീറ്റ് ആയിട്ട് ഈ ലെവലിൽ മോചിപ്പിച്ചെടുക്കാൻ പറ്റും. ഇങ്ങനെ ഒരു ക്ലിയർ വ്യൂ വേണം. ഒടുവിൽ ഇന്ത്യയിലെ നഷ്ടപ്പെട്ട ഭൂമി പോലും നമ്മൾ എങ്ങനെ പിടിച്ച് നമുക്ക് ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ചിന്ത കൂടി ഇതിനകത്ത് വരണം. ഭൂമി നഷ്ടപ്പെട്ടൊരു ജനതയാണ് തദ്ദേശ ജനത. ഈ മണ്ണിന്റെ ഉടമകളായിരുന്നെന്ന് പറയുന്ന ജനത. ഇവിടുത്തെ കൃഷിയും ഇവിടുത്തെ സംസ്കാരവും നാഗരികതയും ഉണ്ടാക്കിയെടുത്ത ജനതയുടെ കയ്യിൽ ഭൂമിയില്ല. ആ ഭൂമിയും കൂടെ ഒക്കെ എടുക്കുക എന്ന് പറയണം. നോക്കി അതിലേക്ക് ഞാൻ എത്തണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജനത എത്തണമെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ പോകണം, എങ്ങനെ എൻ്റെ ജനതയെ മോൾഡ് ചെയ്ത് ഫോഴ്സ് ആക്കി ശക്തമാക്കി അവരെ കൊണ്ടുപോയാൽ മാത്രമാണ് എനിക്ക് അത് നഷ്ടപ്പെട്ടതിനെ വീണ്ടെടുക്കാൻ പറ്റുള്ളൂ. അത്രയും ഡീപ്പായിട്ട് ഇവരുടെ സ്റ്റഡി പോകണം, ഇവരുടെ ആലോചനകൾ പോകണം. അങ്ങനെ നമ്മുടെ ഈ സംഘടനാ നേതാക്കന്മാർ അല്ലെങ്കിൽ സംഘടനകൾ കൊണ്ടുപോകുന്ന ആൾക്കാരുടെ മനസ്സിൽ അത്രയും നല്ലൊരു വീക്ഷണം ഉണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം ഇതിങ്ങനെ പല സംഘടനകളായിട്ട് നിൽക്കത്തില്ല, അപ്പൊ തന്നെ ഒരുമിക്കും. അതറിയാൻ മേലാത്തത് കൊണ്ടാണ് ഈ പലതും പല സംഘടനകളായിട്ട് നിൽക്കുന്നത്. ആ ഒരു കോമൺ നോളജ് എല്ലാവരുടെങ്കിൽ എത്തിയാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് പല സംഘടനകളോട് ഒന്നിച്ചൊരു ഫോഴ്സായി വരും. എന്നിട്ട് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവർ തന്നെ ഒരുമിച്ച് ചിന്തിക്കും. അപ്പൊ ബേസിക്കലി ആ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ സ്വയം പഠനം അല്ലെങ്കിൽ ആ സ്വയമെങ്കിലും ഉള്ള ആ ഒരു അറിവ് നേടൽ അല്ലെങ്കിൽ കാര്യങ്ങളെ കൃത്യമായിട്ട് കാണുന്ന ആ ഒരു സംഭവം അവർക്ക് ഇല്ലാതെ പോയത് കൊണ്ടാണ് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്താത്തത്. അതപ്പോൾ വേറെ ഓരോരുത്തരും നമ്മളെ ഉപയോഗപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ ഓരോരുത്തർ മുതലെടുക്കും. അങ്ങനെയാണ് നമ്മുടെ സംഘടനകളും അതിന്റെ പുറകെ പോകുന്നതും ഒക്കെ ഒരു ഫലപ്രാപ്തിയിൽ എത്താത്തതും ഓരോരുത്തരും നമ്മളെ വെച്ച് മുതലെടുക്കുന്നു.
അപ്പോൾ ഇതിനകത്തുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ ഒത്തിരി റെസ്പോൺസിബിൾ ആണ്, ഒത്തിരി ഉത്തരവാദിത്വം ഉണ്ട് അവരുടെ പുറത്ത്. അവർ സ്വയം പഠിക്കുകയും, നേരത്തെ സുരേഷ് സാർ പറഞ്ഞ പോലെ ഓരോരുത്തരും സ്വയം പഠിക്കുകയും മനസ്സിലാക്കുകയും മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ട പ്രോസസ്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അല്ലാതെ എന്തെങ്കിലും ഒരു 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 സ്റ്റേജ് കിട്ടിയിട്ട് അവിടെ കുറച്ചു നേരം കിടന്ന് ഘോരം സംസാരിച്ച് കുറച്ച് ആൾക്കാരെ കുറെ നേരം ഇങ്ങനെ ഒരു എന്താ പറയുക ഒരു കുളിര് കയറ്റിയിട്ട് പോയാൽ പോരാ. അവരെ കൊണ്ട് ഒരു സ്ഥലത്തുനിന്ന് തുടങ്ങി വേറെ സ്ഥലത്തും വരെ എത്തിക്കണമെന്ന് അതിന് കുറച്ച് പണിയുണ്ട്, മെനക്കേടുണ്ട്. ഇരുന്ന് വായിക്കണം, എഴുതണം, പഠിക്കണം, ചിന്തിക്കണം, പറയണം, ആൾക്കാരെ മൊബിലൈസ് ചെയ്യണം, എല്ലാം ചെയ്യണം. 24 മണിക്കൂറിൽ ഉറങ്ങണ സമയം പോലും അതുപോലെ കുറച്ചിട്ട് മാക്സിമം നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ നോക്കണം. ബാബാ സാഹബൊക്കെ 2 മണിക്ക് വിളിക്കുമ്പോൾ പോലും അദ്ദേഹം എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് പകല് മുഴുവനുള്ള ഈ പ്രക്ഷോഭങ്ങളും ഗുസ്തിപിടുത്തം എല്ലാം, അതായത് ഗവൺമെന്റുമായിട്ടും മറ്റവരുമായിട്ടും ഒക്കെ ഉള്ള ഇതെല്ലാം കഴിഞ്ഞ് ബ്രിട്ടീഷുകാരുമായിട്ടുള്ള എന്താ പറയുക ഓരോ ഡിസ്കഷൻസും, ഇന്ത്യയിലുള്ള ലീഡേഴ്സുമായിട്ടുള്ള ഡിസ്കഷൻസും നമ്മുടെ ആൾക്കാരുമായിട്ടുള്ള ചർച്ചകൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം രാത്രിയിൽ കുത്തിയിരുന്നിട്ട് എഴുതുകയാണ്. എഴുതി 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 വെച്ചിട്ടാണ് നമുക്ക് അത്രയും വോളിയംസ്. എപ്പോഴാണ് ഇതൊക്കെ എഴുതുന്നത്? എപ്പോഴാണ് ഇതൊക്കെ എഴുതിയത്? ഒന്ന് ആലോചിച്ച് നോക്കുക. അതിൻ്റെ ഇടയ്ക്ക് അദ്ദേഹത്തിന് സ്വന്തം വരുമാനം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. താൻ വെക്കുന്ന ഓരോ ചുവടുകളും തെറ്റി പോകുകയല്ല, എൻ്റെ ആൾക്കാരെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുകയല്ല എന്നുള്ള നിർബന്ധ ബുദ്ധിയും കൂടെ വേണം. അപ്പം ഓരോ സൂക്ഷ്മത അത്രയും കൂടെ വേണം. അതായത് ഞാൻ വെക്കുന്ന ഒരു സ്റ്റെപ്പ് തെറ്റിപ്പോയാൽ എൻ്റെ പുറകെ വരുന്ന ജനങ്ങളും കൂടെ തെറ്റിപ്പോകും. അതുകൊണ്ട് അത്രയും സൂക്ഷ്മമായിട്ട് വേണം. എത്ര വർഷം എടുത്തു ഏത് മതം വേണം തീരുമാനിക്കാൻ? 1935 പറഞ്ഞു, ഞാൻ ഹിന്ദു മതത്തിൽ നിൽക്കില്ല, ഞാൻ ഹിന്ദു ആയി മരിക്കില്ല. പക്ഷെ 56 സംഭവം മാറുന്നത്. ഇത്രയും സൂക്ഷ്മതയാണ്. ഞാൻ എന്തുകൊണ്ട് ഇത് എടുക്കണം? എത്ര എണ്ണത്തിനെ പഠനവിധേയമാക്കുന്നുണ്ട്. അങ്ങനെ പഠിച്ച് 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 ഓരോന്നിന്റെ നെല്ലും പതിരും നോക്കി 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 ഓരോന്നിനും വരുന്ന അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ഇതെടുത്താൽ ഇന്ന പ്രശ്നം, അതെടുത്താൽ ഇന്ന പ്രശ്നം, അങ്ങനെ നോക്കി എത്ര ആൾക്കാർ വരുന്നു, സംസാരിക്കുന്നു. അപ്പം രാഷ്ട്രീയ പാർട്ടിയായിട്ടോ സംഘടനയായിട്ടോ പോകുന്നവരൊക്കെ പോകണം, അത് എല്ലാവരും നല്ല. പക്ഷെ അവർക്കൊക്കെ ഒത്തിരിയേറെ കാര്യങ്ങൾ ഇനിയും അവര് എഫേർട്ട് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ ചില സംഘടനകളുണ്ട് ജാതീയപരമായിട്ട് സെപ്പറേറ്റ് നിൽക്കുന്ന സംഘടനകളുണ്ട്, ജാതി സംഘടനകളായിട്ട് നിൽക്കുന്നത്. അവര് നമുക്ക് ഭയങ്കര ദോഷവും കൂടെ ചെയ്യുന്നു. അപ്പൊ ഈ പൂർണ്ണമായ ഒരു അറിവ് അവർക്ക് ഉണ്ടെങ്കിൽ അവരാരും ഇത്തരം മണ്ടത്തരങ്ങൾ ചെയ്യില്ല. അതിൻ്റെ ഇടയ്ക്ക് ചില നീക്കങ്ങൾ മറ്റവരിട്ട് തരും. ഉപസംവരണം പോലുള്ള ചില സാധനങ്ങൾ ഇട്ട് തരും. അവർ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും, അയ്യോ എല്ലാ സബ് കാസ്റ്റുകൾക്കും കിട്ടേണ്ടതല്ല, അതുകൊണ്ട് ഓരോരുത്തരെയും നമ്മൾ ജാതിപരമായിട്ട് തന്നെ അവരെ. അങ്ങനെ വരുമ്പോൾ നമുക്ക് പിന്നെ നമ്മുടെ ജാതി നമ്മുടെ ഭാഗത്തുനിന്ന് പോവാതെ നമ്മൾ ഇതിനകത്ത് വേറെ സൊല്യൂഷൻ നമ്മൾ ആലോചിക്കത്തില്ല. നമ്മൾ എന്നും ഇതിനകത്ത് തന്നെ നിന്നിങ്ങനെ കുടുങ്ങിക്കിടക്കും. അപ്പൊ നമ്മൾ അങ്ങനെ പുറത്തേക്കൂടെ നമ്മൾ പോവണം. ടെമ്പററി ആയിട്ട് ചില കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരും, സ്ട്രാറ്റജിക്കലായിട്ട് ചില കാര്യങ്ങൾ എടുക്കേണ്ടി വരും. അങ്ങനെ പുറത്തേക്ക് നമ്മൾ പോകണം. ഇതുമായിട്ട് നമ്മൾ കുരുങ്ങി നിൽക്കുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ഇതിനകത്തുനിന്ന് പുറത്തു പോകാനുള്ള രീതിയിൽ എങ്ങനെ ഇവരെ പ്രചോദിപ്പിക്കണം, എങ്ങനെ ഇവരെ ഉദ്ബോധനം, അങ്ങനെ അങ്ങോട്ടൊക്കെ ചിന്തിക്കണം. അല്ലാതെ ഉപസംവരണം കിട്ടി, ഓക്കെ കുറച്ച് പേർക്കൂടെ ജോലിയായി, പിന്നെ ഇതിനകത്ത് കിടന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ പിന്നെയും നമ്മൾ ഇതിനകത്ത് തന്നെ പെട്ടുപോകും. ബാബാസാഹബൻ ഒരു വലിയൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഗവൺമെന്റിന്റെ ഈ സേഫ് ഗാർഡ്സ്, ഈ പറയുന്ന പരിരക്ഷകളൊന്നും എക്കാലം നിൽക്കുമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ അനുസരിച്ചും മാറി മാറി വരുന്ന സാമൂഹിക സാഹചര്യങ്ങൾ അനുസരിച്ചും ഇതൊക്കെ മാറും. അങ്ങനെയുള്ളതിനെ ആശ്രയിച്ചല്ല ഒരു ജനത ജീവിക്കേണ്ടത്. ഈ ജനതയ്ക്ക് നഷ്ടപ്പെട്ട കുറെ കാര്യങ്ങളുണ്ട്. ഈ ജനതയ്ക്ക് അവരുടെ ഭൂമി നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ വ്യക്തിത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ സമത്വം നഷ്ടപ്പെട്ടിട്ടുണ്ട്, അവരുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആരാണ് നമ്മുടെ ജനത ആരാണ് ശരിക്കും? കുറെ ജാതിപ്പേരുണ്ട്, അതാണോ ശരിക്കും നമ്മൾ? ഈ ജാതിപ്പേര് എപ്പോഴാണ് വന്നത്? അതിനു മുമ്പ് വേറെ ചില വർണ്ണത്തിൽ ചില പേരിൽ വിട്ടിരുന്നു, അതാണോ നമ്മൾ? നമുക്കതല്ലാത്തൊരു പാരമ്പര്യമുണ്ട്, നമുക്കല്ലാതെ നമ്മുടെ ഒരു ഐഡന്റിറ്റി ഉണ്ട്. അതെന്താണ്?
നമ്മുടെ സ്വത്വം എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഓരോരുത്തരും നമ്മുടെ പുറത്ത് കാലാകാലങ്ങളായിട്ട് അടിച്ചേൽപ്പിച്ച് തന്ന കുറെ പേരും ചുമന്നുകൊണ്ടാണ് നമ്മൾ നടക്കുന്നത്. ദസ്യുക്കൾ എന്ന് വിളിച്ചു കുറച്ചു, ദാസരെന്ന് വിളിച്ചു, ചണ്ടാളെന്ന് വിളിച്ചു, അസുരൻ എന്ന് വിളിച്ചു, പിന്നെ അവസാനം വന്ന് തൊട്ടുകൂടെ അച്യുത് എന്ന് വിളിച്ചു, ഹരിജൻ എന്ന് വിളിച്ചു, ദളിത് എന്ന് വിളിച്ചു, പിന്നെ ജാതിപ്പേരുകൾ ഓരോന്നോരോന്ന് വിളിച്ചു. ഇതാണ് ശരിക്കും നമ്മൾ. നമുക്ക് നമ്മുടേതായിട്ടൊരു സ്വത്വം ഇല്ലേ? ഈ നാട്ടിലെ ഇവിടെ വന്നു ഈ ഭൂപ്രദേശത്ത് കൃഷി ഇല്ലാത്ത സ്ഥലത്ത് കൃഷി നമ്മൾ കണ്ടുപിടിച്ചു, ഇവിടെ സെറ്റിൽ ചെയ്തു, ഇവിടെ നമ്മൾ നാഗരികത ഉണ്ടാക്കി. സിന്ധു നാഗരികത പോലെ, അല്ലെങ്കിൽ നമ്മുടെ ദ്രാവിഡ നാഗരികത, അല്ലെങ്കിൽ അസുര നാഗരികത ഉണ്ടാക്കി. നാഗരികത ബാബാസാഹബ് അതെല്ലാം കൃത്യമായിട്ട് ചൂണ്ടിക്കാണിച്ചു തന്നിട്ടുണ്ട്, നമ്മൾ ആരാണെന്ന്, എന്താണെന്ന്. എന്തുകൊണ്ട് ഞാൻ നാഗ്പൂർ തിരഞ്ഞെടുത്തു, നമ്മൾ എത്തിനിക്കലി നമ്മൾ ഏതാണ്. പിന്നെ ഒന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചർ പോകുന്നു, നമ്മുടെ റിലിജിയൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ മതം ദർശനം പോകുന്നു. വേറെ ആരുടെയൊക്കെയോ ചില കൾച്ചറുകൾ, വേറെ ആരുടെയൊക്കെയോ ചില രീതികൾ നമ്മൾ കോപ്പി അടിച്ച് നമ്മളത് ഒന്നുമല്ലാതെ നമ്മൾ ആവശ്യം നമുക്ക് നമ്മൾ ആരാന്ന് പോലും അറിയാൻ പറ്റാത്ത അവസ്ഥ വരെ. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു യൂട്യൂബില്. ഇന്ത്യയുടെ ദേശസ്നേഹവും ദേശഭക്തിയും ഒക്കെ പറയുന്ന ആൾക്കാർ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് അവരുടെ ശവം അവർ കുഴിച്ചിടാത്തത്? ബ്രാഹ്മണർ ഇന്ത്യയിൽ ശവം കുഴിച്ചിടത്തില്ല. അവരത് കത്തിച്ച് അവർ പുഴയിൽ ഒഴുക്കുകയോ സമുദ്രത്തിൽ ഒഴുക്കുകയോ ചെയ്യും. എന്തുകൊണ്ട്? നമ്മളും അത് തന്നെ പോയി ഇമിറ്റേറ്റ് ചെയ്യുക, കോപ്പി അടിക്കുക. നമ്മൾ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നമ്മൾ ജീവിച്ചാലും നമ്മുടെയൊക്കെ അവസാനത്തെ ആഗ്രഹം എന്ന് പറയുന്നത് തിരിച്ച് നമ്മുടെ നാട്ടിൽ പോയിട്ട് എൻ്റെ ആ പറമ്പിൽ, എൻ്റെ പുരയിടത്തിൽ എനിക്ക് അന്ത്യവിശ്രമം കൊള്ളണമെന്നാണ്. കാരണം നമ്മൾ നമ്മുടെ മണ്ണുമായിട്ടും നമ്മുടെ ഭൂമിയുമായിട്ടും നമ്മുടെ അമ്മയെപ്പോലെ നമ്മൾ നമ്മുടെ ഭൂമിയെ സ്നേഹിക്കുന്നുണ്ട്. നമുക്കൊരിക്കലും നമ്മുടെ ആ മണ്ണിനകത്തോട്ട് ചേരാതെ നമുക്ക് പോകാൻ പറ്റില്ല. നമുക്ക് മനസ്സെപ്പോഴും പിടിക്കും. ആ സമയത്ത് ഇന്ത്യയിൽ വന്ന് അവർക്ക് എന്തുകൊണ്ട് അത് തോന്നുന്നില്ല? കാരണം ഇന്ത്യ അവരുടെ അല്ല. അവർ വിചാരിക്കണത് അവർക്ക് എപ്പോഴും എന്തായാലും അവർ വന്ന സ്ഥലത്തേക്ക്, മധ്യ ഏഷ്യയിലേക്ക് അവർക്ക് പോകാൻ പറ്റില്ല. അപ്പൊ അവരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് അവരുടെ ചാരം ഉണ്ടാക്കിയിട്ട് പുഴയിൽ ഒഴുക്കുക, പുഴ അത് കഴിഞ്ഞ് സമുദ്രത്തിൽ കൊണ്ടുപോകുക, സമുദ്രത്തിൽ എങ്ങനെയും കറങ്ങി തിരിഞ്ഞ് അവരുടെ അവിടെ എത്തിക്കോളും എന്നൊക്കെ ഒരു സങ്കല്പത്തിലാണ് അവർ പോകുന്നത്. കാരണം ഇന്ത്യയുടെ മണ്ണ് അവർക്ക് ഇപ്പോഴും സ്വന്തമായിട്ടില്ല. അവരുടെ മനസ്സിൽ അവരുടെ അമ്മയായിട്ട് അവർ ഈ പുറത്ത് പറയുന്ന വോട്ട് കിട്ടാൻ പറയുന്ന പോലല്ല. ഈ പറയുന്ന ഭാരതവും സ്നേഹവും ഇതൊന്നും ഇല്ല. അങ്ങനെ സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ തദ്ദേശ നിവാസികളുടെ ആദ്യത്തെ സിന്ധു നാഗരികത അവർ നശിപ്പിച്ചു കളയത്തില്ല. കഷ്ടപ്പെട്ടുണ്ടാക്കുന്നവർക്ക് മാത്രമേ നശിപ്പിക്കുമ്പോൾ ഉള്ള വേദന ഉണ്ടാകത്തുള്ളൂ. അവർക്ക് ആ വേദന ഉണ്ടായിട്ടില്ല. തദ്ദേശീയരായിട്ടുള്ള ജനതയാണെങ്കിൽ ഈ തദ്ദേശീയ ജനതയെ ഏറ്റവും അതിന്റെ അടിയിൽ കൊണ്ട് പ്ലേസ് ചെയ്യത്തില്ല അവർ ഇവിടുത്തുകാരായിരുന്നെങ്കിൽ. തദ്ദേശ ജനതയ്ക്കും ചിന്തിക്കാം, നമ്മുടെ പൂർവ്വർ ഉണ്ടാക്കി തരുന്ന ഒരു മതത്തിനകത്ത് നമ്മൾ ഇതിന്റെ ഏറ്റവും അടിയിൽ ചവിട്ടിൽ എല്ലാവരും ചവിട്ടും തുപ്പും ആട്ടും തുപ്പും ഏക്കുന്ന രീതിയിൽ നമ്മുടെ പൂർവ്വർ നമുക്ക് ഒരു മതം ഉണ്ടാക്കി തരുമോ? ഇല്ല. അതൊക്കെ വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സാധനമല്ല ഇത്. നമ്മൾ വേറെ ആരുടെയോ ചായ്പിൽ പോയി കിടക്കുകയാണ്. അവർ തരുന്ന എച്ചി കഷ്ണവും അവർ തരുന്ന എല്ലും കഷ്ണവും അവർ തരുന്ന ആട്ടും തുപ്പും ഒക്കെ ഏറ്റ് നമ്മളിങ്ങനെ കഴിയുകയാണ്. അവർ തരുന്ന ഉപസംവരണം, ഇങ്ങനെയൊന്നും അല്ല നമ്മൾ ജീവിക്കേണ്ട ഒരു ജനത എന്നുള്ള രീതിയിൽ. നമ്മുടെ ഈ പറയുന്ന ഈ രാജ്യത്തെ റിസോഴ്സസ്, ഭൂമി അടക്കം നമുക്ക് കിട്ടേണ്ടതാണ്, നമ്മുടെ ആണ്. നമ്മളതിന് വേറെ ആർക്കും കൊടുക്കാതെ നമുക്ക് എല്ലാം സ്വന്തമാക്കണം എന്നല്ല ഞാനീ പറയുന്നത്. ഓരോരുത്തർക്കും അവരവരുടെ ജീവിക്കാനുള്ള അവകാശം ഈ മണ്ണിലുണ്ട്. അത് കൃത്യമായിട്ട് പൂർണ്ണ മനുഷ്യാവകാശങ്ങളോട് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പൊ ആ രീതിയിൽ എങ്ങനെയാണ് നമ്മുടെ ആൾക്കാരെ കൊണ്ടെത്തിക്കേണ്ടത്, എങ്ങനെയാണ് അവരെ മോൾഡ് ചെയ്യേണ്ടത്, അത് ഈ പറയുന്ന സംഘടനകളും കൂടി ആലോചിക്കണം. സംഘടനകളുടെ നേതാക്കന്മാർ ആലോചിക്കണം. അവർ പഠിക്കണം, പഠിപ്പിക്കണം. അങ്ങനെയൊക്കെ വന്നാൽ തന്നെ ഈ പറയുന്ന കാക്കത്തൊള്ളായിരം സംഘടനകളും അതിന്റെ പേരിലുള്ള കടിപിടികളും അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളോട് പുച്ഛമാണ് തോന്നുന്നത്. അതിലൂടെ അവർ നമ്മളെ മുതലെടുക്കുകയും ചെയ്യും. ഒരു ഇലക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആൾക്കാർ തന്നെ അതിന്റെ പുറകെ പോവുകയും ചെയ്യും. അവരുടെയൊക്കെ അടുക്ക പോയിട്ട് ഓരോരോ അറേഞ്ച്മെന്റ് ഉണ്ടാക്കും, കുറെ പൈസ വാങ്ങിക്കുക. ഇങ്ങനെയൊന്നും അല്ല. ഇങ്ങനൊന്നും നമ്മൾ എങ്ങും എത്താൻ പോകുന്നില്ല. തെരഞ്ഞെടുപ്പിൽ നിന്ന് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ കൂട്ടുകെട്ടുകൾ കൊണ്ടൊന്നും അല്ല നമ്മൾ
ഒരു സമൂഹം എന്നുള്ള നിലയിൽ നമ്മൾ വിജയിക്കേണ്ടത്. താങ്ക് യു മണി, ചോദിച്ചതിൽ കുറേയേറെ ഓക്കെ സാർ, താങ്ക് യു സാർ. സാർ വേറൊരു കാര്യം സാർ, വേടനെതിരെ ഒരു റാപ്പ് പാട്ട് ഇറങ്ങിയിരുന്നു. അതിൽ കുറെ നവോത്ഥാന നായകന്മാരെ പറ്റി പറയുന്നുണ്ട്. പക്ഷെ അയ്യങ്കാളി പോലുള്ള മഹത് വ്യക്തികളെ പേരുകളൊന്നും അതിൽ കണ്ടില്ല. അതിനെ കുറിച്ച് സാറിന് എന്താ അഭിപ്രായം ഉണ്ടായി സാർ? ഞാൻ ആദ്യമേ പറഞ്ഞു, നവോത്ഥാനം എന്ന് പറയുന്നൊരു സാധനമൊന്നും ഇവിടെ ഫെയിലായ സാധനമാണ്. നവോത്ഥാനം കൊണ്ട് ഇവിടുത്തെ കേരളത്തിലെ ജാതി ഒന്നും പോയിട്ടില്ല. അവരതിങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നവോത്ഥാനം കൊണ്ട് ജാതി പോയ നാട്ടിൽ എന്തിനാണ് വേടാ നീ ഇങ്ങനെയൊക്കെ പറയണം എന്നുള്ള രീതിയിലുള്ള ചില ചോദ്യങ്ങൾ. നവോത്ഥാനം കൊണ്ട് എവിടെ ജാതി പോകാനാ? നവോത്ഥാനത്തിനകത്ത് ഏത് ട്രീറ്റ്മെന്റ് ആണ് ജാതി കളയാനും മാറ്റവും അതിനായിട്ട് ഉപയോഗപ്പെടുന്ന ഏത് ട്രീറ്റ്മെന്റ് ആണ്? നാരായണ ഗുരുവിന് അവസാനം വേദനിച്ചിട്ടാണ് അങ്ങനെ മരിക്കുന്നത്. അദ്ദേഹത്തിന്റെ സ്വന്തം SNDPയിലുള്ള ആൾക്കാർ തന്നെ ഈഴവര് മറ്റുള്ള ആൾക്കാരോട് പെരുമാറുന്നത് കണ്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നായര് കളിക്കാണെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന്റെ മൊത്തം എക്സ്പെരിമെന്റ് ഫെയിൽ ആയതെന്ന് സ്വയം അദ്ദേഹത്തിന് പോലും ബോധ്യമായതാണ്. അതിന് ഞാൻ പറയണതല്ല, അതിന് ഹിസ്റ്റോറിക്കലായിട്ടുള്ള എവിഡൻസ് ഉണ്ട്, തെളിവുകളുണ്ട്. അപ്പൊ നവോത്ഥാനം കൊണ്ട് ഇവിടെ ഒന്നും പോയിട്ടില്ല. പക്ഷെ അത് പോയിട്ടില്ല എന്ന് തുറന്ന് പറയുമ്പോൾ ചിലർക്കൊക്കെ പൊള്ളും. ഇവിടെ അങ്ങനെ പറഞ്ഞങ്ങ് ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്കുക. നവോത്ഥാനം കഴിഞ്ഞു, അതുകൊണ്ട് കേരളത്തിൽ നിന്ന് ജാതിയെല്ലാം അങ്ങ് പോയി, അതുകൊണ്ട് ഇനി നിങ്ങളാരും മിണ്ടരുത്, ഇനി മിണ്ടുന്നവരാണ് ഇവിടെ ജാതി ഉണ്ടാക്കുന്നത്, അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് അതിനെ സോപ്പിടാൻ നോക്കുകയാണ്. നവോത്ഥാനത്തിനകത്ത് ഏത് പ്രവർത്തനം അല്ലെങ്കിൽ ഏത് ആക്ഷനാണ് ജാതിയെ പൊളിക്കാൻ പര്യാപ്തമായ ശക്തി ഉണ്ടായിരുന്നതിന്? നവോത്ഥാനത്തെ നമ്മൾ ജാതി ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. നവോത്ഥാനം അത് ശരിയായ അർത്ഥത്തിൽ അത് പ്രയോജനപ്പെടണമായിരുന്നു എങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഹിന്ദു മതത്തിന്റെ ഈ ഗ്രന്ഥങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എഴുതണം. അതിന് നവോത്ഥാന നായകന്മാർക്ക് ആർക്കും പറ്റിയിട്ടില്ല. അവരെ കൊണ്ടല്ല ആരെ കൊണ്ടും പറ്റിയല്ല. നാരായണ ഗുരു വിചാരിച്ചിട്ട് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു വരി, ഒരു അക്ഷരമെങ്കിലും ഈ പറയുന്ന ഹിന്ദു ഗ്രന്ഥങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറ്റിയോ? അദ്ദേഹം കുറച്ച് പുസ്തകങ്ങൾ എഴുതി, അത് മറ്റവരത് എടുക്കത്തില്ല, അക്സെപ്റ്റ് ചെയ്യത്തില്ല, അവർക്കത് എടുക്കേണ്ട കാര്യമില്ല. നാരായണ ഗുരു കുറച്ച് പുസ്തകം എഴുതി, ഞങ്ങൾ എന്തിനു എടുക്കണം? അവരെടുത്തിട്ടില്ല. അതുകൊണ്ട് എന്തേ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ ഒരു ഈഴവൻ പോയപ്പോൾ ഈഴവന് കിട്ടിയ അവഗണന എന്താണ്? നാരായണ ഗുരുവിന്റെ നവോത്ഥാനം എവിടെ പോയി? നാരായണ ഗുരുവിന്റെ സ്ഥാപിച്ച അമ്പലങ്ങളിൽ തന്നെ മറ്റുള്ള താഴ്ന്ന ജാതിക്കാരോട് എങ്ങനെയായിരിക്കും പെരുമാറുന്നത്? SNDPയുടെ ഇപ്പോഴത്തെ നേതാവായിട്ടുള്ള വെള്ളാപ്പള്ളി നടേശൻ നല്ല കൃത്യമായിട്ട് ജാതി പറയുന്നുമുണ്ട്. ജാതി പോവാനല്ല, നാരായണ ഗുരു പറഞ്ഞ പോലെ ജാതി പോവാനല്ല അയാൾ പറയുന്നത്, ഹിന്ദു മതത്തിന്റെ അകത്തേക്ക് തന്നെ കൂട്ടിച്ചേർക്കാനാണ് പറയുന്നത്. ഹിന്ദു മതത്തിന്റെ അകത്തെ ചട്ടക്കൂട് ജാതി പോകാനുള്ളതല്ല, അതിനകത്ത് ജാതി നിലനിർത്താനുള്ള ചട്ടക്കൂടിലേക്കാണ് അയാൾ ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അപ്പൊ എവിടെ നവോത്ഥാനത്തിന് എന്ത് ഫലമുണ്ടായി എന്നാ പറയുന്നത്? നവോത്ഥാനം എന്ന് പറയുന്നത് ഫെയിൽ ആയിപ്പോയ ഒരു എക്സ്പെരിമെന്റ് ആണ്. കുറെ പ്രൊട്ടസ്റ്റ് ഓരോരുത്തരും നടത്തി, ആരുടെ ഉദ്ദേശശുദ്ധിയെ നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ പ്രശ്നത്തിന്റെ യഥാർത്ഥ പ്രോബ്ലത്തിലേക്ക് കടന്ന് അതിന് കൃത്യമായ വാക്സിൻ കൊടുക്കുന്നതിൽ അവരൊക്കെ പരാജയപ്പെട്ട ഡോക്ടേഴ്സാണ്. അല്ല സാറേ, ഈ നവോത്ഥാനം എന്നുള്ള പേരൊക്കെ ഈ ഉത്തരാധുനിക മനുഷ്യരല്ല അതിന് കൊടുത്തത്. അവരന്ന് നിലനിൽപ്പിന് വേണ്ടിയിട്ടും മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് പൊരുതിയിട്ട് അവർ ഉണ്ടാക്കിയെടുക്കുന്ന നേട്ടങ്ങൾ പിൽക്കാലത്തുള്ള ആളുകൾ നവോത്ഥാനം എന്നുള്ള പേര് കൊടുത്തു. കാരണം അന്നുണ്ടാക്കിയെടുത്ത മാറ്റങ്ങൾ നവോത്ഥാനം എന്ന് വിശേഷിപ്പിക്കാതിരിക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ആ നവോത്ഥാനം എന്ന് കൊടുത്തതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ ഒരു പരിവർത്തനം. ഈ സഹോദരൻ അയ്യപ്പനും എനിക്ക് തോന്നുന്നത് CV കുഞ്ഞിരാമനാർക്കും തോന്നുന്നു, അങ്ങനെ ആരോ ആണ്, സഹോദരൻ അയ്യപ്പനൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ ഈ സാധനത്തിൽ നിന്ന് പുറത്ത് കടക്കണമെന്ന് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അംബേദ്കർ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരാളെ ഉള്ളൂ, സഹോദരൻ അയ്യപ്പൻ.
പക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളെ ഇവരെ എടുത്തിട്ടില്ല. നാരായണ ഗുരുവോ അല്ലെങ്കിൽ ആ സമയത്തുണ്ടായിരുന്ന കാര്യം അവർ പരിഗണിച്ചില്ല. ഫലമോ ഈ പറയുന്ന SNDP അല്ലെങ്കിൽ ശ്രീനാരായണീയ എന്ന് പറയുന്നത് ഇതിന്റെ അകത്തൊരു സെക്ട് മാത്രമായി ഒരു ജാതി മാത്രമായി മാറി. ഇത്രേ സംഭവിച്ചുള്ളൂ. പിന്നെ സംഭവിച്ച വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ SNDPക്ക് അകത്ത് വന്ന ഉപജാതികൾ ഏറെക്കുറെ അവർക്കൊരു സമാനത ഉണ്ടാവുക, അവർ പരസ്പരം ഒന്ന് വിവാഹം കഴിക്കാനും അവർക്കൊരു ഏകദേശം ഒരു കൂട്ടായ്മ ഉണ്ടാവാൻ ഒരു ശക്തിയാവാനും സാധിച്ചു എന്നുള്ളതല്ലാതെ അതിന്റെ അപ്പുറത്തോട്ടൊന്നും നടന്നില്ല. ഇങ്ങനെ കുറെ നവോത്ഥാന നായകന്മാർ ഇന്ത്യയിൽ പലയിടത്തായിട്ട് പല സമയത്തും ഉണ്ടായിട്ടുണ്ട്. കർണാടകത്തിൽ ബസവണ്ണ ഉണ്ടായിട്ടുണ്ട്. ബസവണ്ണയൊക്കെ ചെയ്ത അവസാനം എന്തായി? ഹിന്ദു മതത്തിന്റെ അകത്ത് തന്നെ ഒരു സാധനമായി അങ്ങ് നിൽക്കുക. ആ ലിംഗായത്തുകാർ പറയുന്നുണ്ട് ഞങ്ങൾ അതല്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആര് കേൾക്കാനാണ്? അതിപ്പോ കമലഹാസൻ എനിക്ക് ജാതി ഇല്ല, ഞാൻ എത്തിയിഷ്ട എന്ന് പറയുന്ന പോലെ മാത്രമുള്ള ഒരു തമാശയാണ്. അല്ലെങ്കിൽ കൈതപ്പുറം ദാമോദരൻ നമ്പൂരി പറയും ഞാൻ നമ്പൂരിയല്ല, ഇനി വില ഞാൻ നമ്പൂരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കേട്ടോണ്ട് ചിരിച്ചോണ്ടിരിക്കാന്നുള്ളേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എൻ്റെ. അതിപ്പോ അനൂപ് മേനോൻ പറഞ്ഞിട്ടുണ്ട് എന്റെ പേരെന്ന് പറയുന്നത് മേനോൻ എന്ന് പറയുന്ന ഒരു വെറും ജാതിയാണ് എന്ന് പറയുന്നത് പോലെയുള്ള ഒരു തരം തമാശ ആണ്. നിലനിൽക്കുന്ന ആ വ്യവസ്ഥിതിയെ ഞാൻ പറഞ്ഞല്ലോ, വിവാഹം കഴിക്കാനായിട്ടുള്ള ഒരു മനസ്സിനകത്തുണ്ടാകുന്ന ഒരു ഒരു ബ്ലോക്കുണ്ട്, മെന്റൽ ബ്ലോക്കുണ്ട്. അവിടം തൊട്ടാണ് നമ്മുടെ അന്വേഷണം തുടങ്ങേണ്ടത്. എന്തുകൊണ്ട് ആ ബ്ലോക്ക് ഉണ്ടാവുന്നു? അങ്ങനെ അന്വേഷിച്ചാണ് ഇത് എങ്ങനെ പൊളിക്കാമെന്നുള്ളതിലേക്ക് നമ്മൾ എത്തേണ്ടത്. എന്നാൽ മാത്രമേ ആ ഡയഗ്നോസിസ് കറക്റ്റ് ആകത്തുള്ളൂ. നമ്മുടെ ആക്ടിവിസ്റ്റുകൾ ഇപ്പൊ കേരളത്തിൽ ഉള്ളവർ പലരും ഉണ്ടല്ലോ, റാൻഡമായിട്ട് നിങ്ങൾ ആരോടേലൊക്കെ ഒന്ന് വിവരത്തിൽ വിളിച്ചു ചോദിക്കുക, ഈ വിവാഹം കഴിക്കാൻ നേരത്തെ നമ്മുടെ മനസ്സിനകത്ത് ഉണ്ടാകുന്ന ഒരു മെന്റൽ ബ്ലോക്ക് ഉണ്ട്, സ്റ്റാറ്റസിനെ പറ്റിയുള്ള ഒരു ബ്ലോക്ക് ഉണ്ട്, ഇതിനെ എങ്ങനെ മാറ്റാം? ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ മാറ്റിയെടുക്കാം? പൂർണ്ണമായിട്ടുള്ളൊരു ആക്ഷൻ പ്ലാൻ നിങ്ങൾക്ക് പറയാനുണ്ടോ, മുമ്പോട്ട് വെക്കാനുണ്ടോ എന്ന് ചോദിക്കാം. അപ്പോൾ അറിയാം അവരുടെ സ്റ്റഡി എത്രത്തോളം ഡീപ്പാണെന്നുള്ളത്. അപ്പൊ അവരെത്രത്തോളം ചിന്തിച്ചിട്ടുണ്ട്, അവരെത്രത്തോളം ആഴത്തിൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളതിനെ പറ്റി നമുക്കൊരു ഐഡിയ കിട്ടും. നമസ്കാരം സാർ. നമസ്കാരം സാർ, എന്റെ പേര് സുകുമാരൻ വൈക്കത്ത് നിന്നാണ്. വൈക്കം. ഹിന്ദുമതം നിലനിൽക്കുന്നിടത്തോളം കാലം ജാതി നിലനിൽക്കുമല്ലോ. നിൽക്കും. ഈ ജാതി, ഈ ബുദ്ധമതത്തിൽ ജാതിയെ ഇല്ലാതാക്കാൻ കഴിയുമെങ്കിൽ അത് ഏകദേശം എത്ര നാൾ കൊണ്ട് കഴിയും? അത് നമ്മുടെ മുമ്പില് ഒരു എക്സാമ്പിൾ ഉള്ളത് ബുദ്ധന്റെ തന്നെയാണ്. ബുദ്ധന്റെ തന്നെ എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ അന്നത്തെ ഒരു കാലത്ത് എന്താന്ന് പറഞ്ഞാൽ ഈ ജാതിയുടേതായിട്ടുള്ള ഇത്രയും കൃത്യമായ എന്താ പറയുക സെഗ്രിഗേഷൻ അല്ലെങ്കിൽ കൃത്യമായ കള്ളികളാക്കൽ അന്ന് ഇത്രയും പ്രബലമായി നടന്നിട്ടുണ്ടായിരുന്നു. അന്ന് ശൂദ്ര എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് മൊത്തം ആൾക്കാരെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഓരോ ജാതിക്കാരോടും ഓരോ രീതിയിൽ പെരുമാറുന്നുമുണ്ട്. പക്ഷെ അതിനൊരു ആധികാരികമായ ഒരു നിയമാവലി ഒന്നും വന്നില്ലായിരുന്നു. അത് വരുന്നത് മനുസ്മൃതിയുടെ കാലത്താണ്. പിന്നീട് പുഷ്യമിത്രന്റെ ശേഷമാണ് മനുസ്മൃതി വരുന്നത്. അപ്പോഴാണ് ഈ ആൾക്കാർ, ഈ ശൂദ്രമായിട്ട് നിൽക്കുന്ന ആൾക്കാരെയും കൂടെ ഇനിയും സബ്ഡിവൈഡ് ചെയ്യാനായിട്ട് കൃത്യമായ ഒരു സാധനം വേണമെന്ന് അവർ തീരുമാനപ്പെടുത്തുകയും അതിനുവേണ്ടി തന്നെ സബ്ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പുതുതായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കുകയും ഓരോരുത്തർ ഒരു ജാതി മാറി തൊഴിൽ പോലും ചെയ്തു കഴിഞ്ഞാൽ അവനെ കൊല്ലുന്ന രീതിയിലുള്ള ശിക്ഷകൾ വരെ കൊടുത്ത് അത് ഉറപ്പിച്ചെടുത്തു. അങ്ങനെ നമ്മൾ പരസ്പരം വിവാഹം കഴിക്കാതെ സെപ്പറേറ്റ് ആയിപ്പോയി. പക്ഷെ ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് അവർ കൊണ്ടുവന്ന ആ തത്വശാസ്ത്രത്തിനെ കംപ്ലീറ്റ് ആയിട്ട് കടപുഴക്കി എറിഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെ ഏറെക്കുറെ ബൗദ്ധധർമ്മത്തിലേക്കും അതിനെതിരായിട്ടുള്ള ഒരു ആശയത്തിലേക്ക് മാറ്റാൻ ബുദ്ധന് സാധിച്ചു. അതിന് കുറച്ച് സമയം എടുത്തു. അതായത് ബുദ്ധൻ അന്നത്തെ സമയത്ത് ഇതുപോലുള്ള ആശയവിനിമയ സംവിധാനങ്ങളില്ല. ആൾക്കാർ കാൽനടയായിട്ട് പോയി തന്നെ വീടാന്തരം കയറി ഇറങ്ങി തന്നെ വേണം
അന്നത്തെ കാലത്ത് ബുദ്ധ ഭിക്ഷുക്കൾക്ക് ഈ ദർശനം പകർന്ന് മനസ്സിലാക്കി കൊടുക്കാനും ആൾക്കാരെ വിഭജനം പഠിപ്പിക്കുക അല്ലെങ്കിൽ അഷ്ടാംഗമാർഗം പഠിപ്പിച്ച് ഇത് ചെയ്യാനും സമയമെടുത്തു. അത്രയും സമയം ഇന്നത്തെ ആ സമയത്ത് നമുക്ക് വേണ്ടി വരില്ല, കാരണം നമുക്ക് ആശയവിനിമയത്തിനുള്ള സാഹചര്യങ്ങളും ഉണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ചില പ്രശ്നങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ, ഈ ആശയവിനിമയ സൗകര്യങ്ങൾ മറ്റവരും നന്നായിട്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവരുടെ അജണ്ടകൾ നടപ്പിലാക്കാനും നമ്മുടെ ആൾക്കാരെ എന്താ പറയുക കൺഫ്യൂസ് ചെയ്യാനും ആശയക്കുഴപ്പത്തിലാക്കാനും അവരുടെ കൂടെ പിടിച്ചു നിർത്താനും മുസ്ലിം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപരത്വം, മുസ്ലിം അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ സിഖ് അപരത്വം കൊടുത്ത് നമ്മുടെ ആൾക്കാരെ ചേർത്ത് നിർത്താനും ഒക്കെ ഉള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ അവര് ദിവസം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മളിടയ്ക്ക് തന്നെ ഇത്രയും മാറ്റം ഉണ്ടായെന്ന് പറയുന്നത് ഈ സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ വന്നതുകൊണ്ടാണ്. അതിനു മുമ്പാണെങ്കിൽ ഇവരുടെ പത്രങ്ങൾ, ഇവരുടെ മാധ്യമങ്ങൾ, ഇവരുടെ ടിവിയും പത്രവും മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. നമുക്ക് വേറെ ഓപ്ഷൻ പോലും ഇല്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാലോ കരഞ്ഞാലോ പോലും ആരും കേൾക്കാൻ പോലും ഇല്ലായിരുന്നു. അപ്പൊ നമുക്ക് ചില ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വൃത്തിയായിട്ട് നല്ല കൃത്യമായിട്ടൊന്ന് മെനക്കെട്ടാൽ, ആൾക്കാർ കൃത്യമായിട്ടൊക്കെ ഒന്ന് പഠിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരു നല്ലൊരു വ്യത്യാസം നമ്മുടെ കേരളത്തിന്റെ മാത്രം എടുത്തു. കാരണം കേരളത്തിൽ കുറച്ചുകൂടെ വിദ്യാഭ്യാസം ഉള്ള ഒരു സമൂഹമായതുകൊണ്ട് കേരളത്തിലെ ആൾക്കാരുടെ ഇടയിൽ എനിക്ക് തോന്നുന്നു 10 വർഷം നല്ല വൃത്തിയായിട്ട് മെനക്കെട്ട നമ്മുടെ ആൾക്കാരിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതിനുശേഷം പിന്നെ വേറൊരു കാര്യമുള്ളത്, ഓരോരുത്തരും എടുക്കുന്ന ഇനിഷ്യേറ്റീവ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയത്തില്ല. ഓരോരുത്തരും അവരവരുടേതായ രീതിയിൽ ഒരു താല്പര്യം എടുത്ത് തന്നെ ചെയ്യണമല്ലോ. അതും കൂടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് അങ്ങനെ അധികം താമസിക്കേണ്ടി വരില്ല. നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാതെ എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുക, ആ ദർശനം എത്തിക്കുക, കുറവുള്ള കാര്യങ്ങൾ ചെയ്യുക, നമ്മുടെ ആൾക്കാരെ കൂട്ടായ്മകൾ ചേർക്കുക, ബൗദ്ധ ആശയങ്ങളിലേക്ക് മാറ്റുക, ഹൈന്ദവ കാര്യങ്ങളെല്ലാം നമ്മുടെ വീടുകളിൽ നിന്നും അകറ്റുക. അതിനുശേഷം ഒരു നല്ല കൂട്ടായ്മകളായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, പറ്റുന്നിടത്ത് കൂടിച്ചേരാൻ പറ്റുന്ന ഇടങ്ങൾ നമ്മൾ ഉണ്ടാക്കുക. എന്നിട്ട് ഒരു സമയമാകുമ്പോൾ നമ്മൾ മാസമായിട്ട് തന്നെ നമ്മളെ ആൾക്കാർ മാറുന്ന ഒരു സംഭവം ഡിക്ലെയർ ചെയ്യുക, എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്നിട്ട് അങ്ങനെ ഒരു സംഭവം കൊണ്ടുവരിക, ഗവൺമെന്റിലേക്ക് അതിനുള്ള നിവേദനങ്ങൾ കൊടുക്കുക. ഞങ്ങൾ ഇത്രയും വലിയൊരു ജനതാ പോപ്പുലേഷൻ ഞങ്ങൾ ഇതിനകത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് ജനാധിപത്യപരമായ അവകാശങ്ങൾ നമുക്ക് കിട്ടേണ്ട ന്യൂനപക്ഷ അവകാശങ്ങൾ എന്താണോ അത് നമുക്ക് കിട്ടിയിരിക്കണം. കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ജനം വന്ന് ഡിമാൻഡ് ചെയ്താൽ കിട്ടിയേ പറ്റൂ, കൊടുക്കാതിരിക്കാൻ ആർക്കും പറ്റില്ല. കാരണം ജനാധിപത്യത്തിനകത്ത് അങ്ങനെയാണ്. നമ്മളൊരു ഒരു 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 മാസമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മാസത്തിന് കിട്ടേണ്ടത് കിട്ടിയിരിക്കണം, അല്ലാതെ ആർക്കും നിഷേധിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ചോദിച്ചു. അതൊക്കെ നമ്മളുടെയും കൂടെ എന്താ പറയുക ഇനിഷ്യേറ്റീവും കഴിവും അതിനകത്ത് നമ്മൾ എടുക്കുന്ന ഇൻവോൾവ്മെന്റും ഒക്കെ ആശ്രയിച്ചായിരിക്കുന്നത്. പക്ഷെ നല്ല വൃത്തിയായിട്ട് നമ്മളൊന്ന് ഇപ്പൊ തന്നെ ഞാൻ പറയാം, 86 അല്ലെങ്കിൽ 80കളുടെ അവസാനം 90കളുടെ തുടക്കത്തില് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങള് ബുദ്ധമതത്തെ പറ്റി അംബേദ്കറെ പറ്റി നമ്മളൊന്ന് പറയുന്ന സമയത്ത് കേൾക്കാൻ അത്രയൊന്നും ആൾക്കാരില്ല, വളരെ കുറച്ച് ആൾക്കാർ. ഇപ്പൊ അറ്റ്ലീസ്റ്റ് ഒരു ചാനൽ ചർച്ചയ്ക്കകത്താണെങ്കിലും ബുദ്ധമതം എന്ന് പറയാനുള്ള ഒരു ഓപ്ഷൻ ആയിട്ടെങ്കിലും ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നമ്മൾ ഇതിനെപ്പറ്റി പറയുമ്പോഴത്തേക്ക് ബുദ്ധമതമോ അങ്ങനെ ഒരു സംഗതി ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്ന് മാറിയിട്ടുണ്ട്. ആൾക്കാരുടെ എണ്ണം മാറിയിട്ടുണ്ട്. അത് അവരെത്രത്തോളം കറക്റ്റ് ട്രാക്കിലാ പോകണമെന്നൊക്കെ ഉള്ളത് മറ്റു വശം. പക്ഷെ എങ്കിലും അംബേദ്കറിസം, അംബേദ്കറുടെ ആശയങ്ങള്, ബുദ്ധമതം, ഇതൊക്കെയാണ് ഇതിന് ബദല്. ജാതിക്കും ജാതി വ്യവസ്ഥയ്ക്കും വർണ്ണത്തിനും ഹിന്ദുമതത്തിന്റെ ബ്രാഹ്മണിസത്തിനും എഗൈൻസ്റ്റ് ആയിട്ടൊരു ബദൽ ഇതാണ് എന്ന് ഇന്ത്യയിലെ ആൾക്കാർ പറയാൻ തുടങ്ങി. ഇന്നലെ രാഹുൽ ഗാന്ധി പോലും ബോധഗയയില് പോയിട്ടുണ്ടായിരുന്നു. ബോധഗയയിലെ ബുദ്ധവിഹാരം തിരിച്ചു പിടിക്കണം എന്നുള്ള പ്രക്ഷോഭം നടക്കുന്നു. അത് ഇന്ത്യയിലുള്ള ബാക്കിയുള്ള എല്ലാ അമ്പലങ്ങളും ഇപ്പോ ആൽത്തറയും കുളവും ഉള്ള എല്ലാ സാധനങ്ങളും പഴയ ബുദ്ധവിഹാരങ്ങളാണ്. എല്ലാം ആൽത്തറ എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ അശോകന്റെ കൺസെപ്റ്റാണ്. അശോകനാണ് ആൽത്തറ, അതായത് നമ്മളൊരു ബുദ്ധവിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ അവിടെ ഇരുന്ന ആൾക്കാർക്ക് ധ്യാനിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുന്ന ഒരു സ്ഥലത്ത് ഒരു ആൽത്തറ ഉണ്ടായിരിക്കണം കൂടെ. അല്ലെങ്കിൽ ഒരു ആൽത്തറയിലാണ് ഭിക്ഷുക്കൾ വന്നിരുന്ന ആൾക്കാരെ അസംബിൾ ചെയ്ത, ആൾക്കാരുടെ വീടുകളിലല്ല കൂടുന്നത്, പൊതുവായിട്ടൊരു സ്ഥലമാണ്, അവിടെ തണലുള്ള സ്ഥലമായിരിക്കണം. അതുകൊണ്ടാണ് മകനെ ശ്രീലങ്കയിലേക്ക് വിടുമ്പോൾ പോലും ഒരു മകനെ മകളെ കൂടെ വിടുമ്പോൾ ഒരു ആൽത്തൈ കൊടുത്താ വിടുന്നത്. അപ്പോ ആ കൺസെപ്റ്റുകളെല്ലാം കൊണ്ട് അങ്ങനെ ഇന്ത്യയിലുള്ള ആൽത്തരയും കുളവും ഉള്ള സാധനങ്ങളെല്ലാം ഇന്ന് വലിയ ഹിന്ദു അമ്പലങ്ങളായിട്ട് നിൽക്കുന്ന സാധനങ്ങൾ എല്ലാം
പഴയ ബുദ്ധവികാരങ്ങളാന്നൊക്കെയുള്ള ചിന്തകളും അതിനെതിരെ അതിന് വേണ്ടുന്ന ബോധവൽക്കരണം എല്ലാം കൂടെ വന്നു കഴിഞ്ഞാൽ കൂട്ടമായിട്ട് വരുമ്പോ ഇതിനൊരു വല്ലാത്തൊരു ഒരു മൂവ്മെന്റ് വരും, ഒരു പവർ വരും, ഒരു ഫോഴ്സ് വരും. ചിലപ്പം നമ്മൾ വിചാരിക്കാത്ത സ്പീഡിൽ ചിലപ്പോൾ കാര്യങ്ങൾ നടക്കാനും മതി, ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പൊ പിന്നെ നുള്ളിയെടുത്ത് കളയാൻ പറ്റത്തില്ല, കാരണം എത്രയോ നൂറ്റാണ്ടുകളായിട്ട് കിടക്കുന്ന ഒരു അടിമത്വമാണിത്. അതിനെ പെട്ടെന്ന് എടുത്ത് മാറ്റുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല. പക്ഷെ എത്രത്തോളം ഇൻവോൾവ്മെന്റോട് കൂടി, എത്രത്തോളം എന്താ പറയുക, താല്പര്യത്തോടു കൂടി ആൾക്കാർ ഇതിനകത്തോട്ട് ചേരുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കുന്നു, അറിയുന്നു, ഇതിനെല്ലാം ആശ്രയിച്ചിരിക്കും. പക്ഷെ നമുക്ക് മുമ്പിൽ ഒത്തിരിയേറെ തടസ്സങ്ങൾ അവർ തരുന്നുണ്ട്. കാര്യം നമുക്ക് ജീവിക്കാൻ പോലും നമുക്ക് ബുദ്ധിമുട്ടാക്കുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരിക. നമുക്ക് ജീവൻ നിലനിർത്തുന്നതിനെ പറ്റി മാത്രമേ നമ്മൾ ചിന്തിക്കാവുള്ളൂ. നമുക്ക് പഠിക്കാനോ വായിക്കാനോ എഴുതാനോ സംസാരിക്കാനോ ഉള്ള സാവകാശം പോലും തരാത്ത രീതിയിൽ നമ്മളുടെ ജീവിത സാഹചര്യങ്ങളെ അവർ ഞെരുക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്ത് ഓർക്കുമല്ലോ, ഈ കൊയ്ത്തുപണിക്ക് പോകുന്ന ആൾക്കാർക്ക് രാത്രി 2 മണി വരെ അവരെ കൊണ്ട് കൊയ്ത്തുപണി മുഴുവൻ ചെയ്യിപ്പിച്ചിട്ട് രാവിലെ 4 മണിയാകുമ്പോഴത്തേക്ക് പിന്നെ അവർ പാടത്തേക്ക് ഇറങ്ങണം. അതിന്റെ ഇടയ്ക്ക് ആ 2 മണിക്കൂർ 3 മണിക്കൂർ സമയത്താണ് അവർ നെല്ല് കിട്ടുന്ന നെല്ലിനെ കുത്തി അരിയാക്കി പുഴുങ്ങി തിന്നെങ്കിൽ തിന്നു, എന്നിട്ട് കിടന്ന് ഉറങ്ങിയെങ്കിൽ ഉറങ്ങി, പിറ്റേ ദിവസം രാവിലെ എഴുന്നേക്കണം. അപ്പൊ അതിന്റെ ഇടയ്ക്ക് വേറൊന്നും അവർക്ക് ചിന്തിക്കാനോ പറയാനോ പോലും സമയം കൊടുക്കാത്ത രീതിയിൽ അവരെ ടൈറ്റ് ആക്കിയിട്ടുണ്ട്. എന്ന് പറയുന്ന പോലുള്ള ടൈറ്റ് ആക്കലുകൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതിനെയും കൂടെ എന്താ പറയുക, ഓവർകം ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ജനതയെ പഠിപ്പിക്കാനും പഠിക്കാനും സ്വയം പഠിക്കാനും ഒക്കെ. അപ്പൊ അതിന് കുറെ ചലഞ്ചസും ഉണ്ട്. എങ്കിലും എനിക്കങ്ങനെ ഒരു കൃത്യമായ ഒരു സമയ പരിധി പറയാൻ പറ്റില്ലെങ്കിലും എൻ്റെ മനസ്സിലെ ആഗ്രഹം ഇതാണ്. നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു 10 അല്ലെങ്കിൽ ഒരു 15-20 വർഷങ്ങളെങ്കിലും നമ്മൾ ശരിക്കും മെനക്കെട്ട നമുക്ക് നല്ലൊരു മാറ്റം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ സർ, താങ്ക് യു. ഫൈൻ. നമ്മുടെ കുറെ ദളിത് സംഘടനകളെങ്കിലും ഈ ഇന്ത്യയിൽ നടക്കുന്ന ബുദ്ധിസ്റ്റ് മൂവ്മെന്റിനെ ഒരു സൈലന്റ് റെവല്യൂഷനായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ സൈലന്റ് റെവല്യൂഷൻ നമ്മൾ ഈ പറഞ്ഞ ദമ്പചക്ര പ്രവർത്തനം ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ, ദമ്പത്തിന്റെ ചക്രം ശരിയായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ മൂവ്മെന്റിന്റെ മാറ്റം സാർ ഈ പറഞ്ഞ പോലെ 10-20 വർഷത്തിനകത്തും സംഭവിക്കുന്നുള്ള ഉറപ്പാണ്. അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം മനുഷ്യന്റെ മനസ്സിനകത്ത് നടത്താനായിട്ടുള്ള ശ്രമം, മനസ്സിൽ മാറ്റം ഉണ്ടാവണമല്ലോ. സത്യം നമ്മുടെ ഭാഗത്തുണ്ട്. സത്യം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, നുണയാണ് എന്ന് റിപ്പീറ്റ് ചെയ്തവർക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കേണ്ടി വരുന്നു. ഒറ്റ പ്രാവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നുണ കംപ്ലീറ്റ് അവിടെ നിന്ന് കംപ്ലീറ്റ് അതിന്റെ വേര് പറഞ്ഞങ്ങ് പോകും. പക്ഷെ ആ സത്യം എത്തിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇവര് പേടിക്കണത്. ഇവനെ പേടിക്കുന്നത് അതുകൊണ്ടാണ്. ഇവരിങ്ങനെ കെട്ടിപ്പൊക്കിക്കൊണ്ട് വന്ന കുറേ നുണകളുടെ ഒരു കൂമ്പാരം, ഒരു കൊട്ടാരമുണ്ട്. ഒറ്റയടിക്കൊരു പാട്ട് കൊണ്ട് ഈ സംഭവം പൊളിയുവാണ്. അത് സത്യമായതുകൊണ്ട് മനുഷ്യന്റെ മനസ്സിലേക്ക് ആഴത്തിൽ തറച്ചു കയറുന്നുമുണ്ട്. അത് ന്യൂജൻ കുഞ്ഞുങ്ങളിലേക്ക് ഒരു സഡനായിട്ട് അത് പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് അതിനകത്തൊരു, അവര് ഭയപ്പെടുന്നത് അതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും? വേറെ ആരും ഇല്ലേ? സമയം 10:30 കഴിഞ്ഞു. രഞ്ജിത്ത് സാറ് ഇല്ലേ? നമ്മുടെ ഇനി വിഷയങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതെ ഒരു നന്ദി തന്നെ പറഞ്ഞു. സമയം ഒത്തിരി ആയല്ലേ? മുരളീധരൻ സാറേ, രമ മാഡം ഒക്കെ ഉണ്ടല്ലോ സ്ഥലത്ത്, കിടന്ന് കാണുമായിരിക്കും. രാത്രിയാകുമ്പോൾ എല്ലാവരും ഉറക്കത്തിന്റെ ഒരു സമയമായി കാണും. മുരളീധരൻ സാറേ,
സാർ ജയ് ഭീം. ആ സാർ പറയാം. സാർ നമുക്ക് ഞാൻ സാറിന്റെ സ്പീച്ച് വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. സാർ നമുക്കിപ്പോ 10-18 MLA MP മാരുണ്ട് കേരളത്തില്. ഉം. അതോടൊപ്പം തന്നെ നമുക്ക് യഥേഷ്ടം ജാതി സംഘടനകളുണ്ട്. KPMS, PRDS അങ്ങനെയുള്ള കുറെ ശക്തരായിട്ടുള്ള ജാതി സംഘടനകളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ഉണ്ടായിട്ട് നമ്മളുടെ ഒരു കേരളത്തിലൊരു ഇത്ര വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയുന്ന വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ള ഒരു സത്യം തന്നെയാണ്. പക്ഷെ ഇത്രയും വിദ്യാഭ്യാസമുള്ള ആൾക്കാരുണ്ടായിട്ടും നമുക്ക് ഒരു ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുക്കാൻ, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശക്തമായ തീരുമാനം എടുക്കാൻ നമ്മുടെ ഈ നേതാക്കന്മാർക്കോ ഈ MLA MP മാർക്കോ കഴിയുന്നില്ല സാർ. അതിനെ നമുക്ക് നമ്മുടെ സമൂഹത്തിന് ഇതിനൊരു തരണം ചെയ്യാൻ നമ്മുടെ സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമുക്കിപ്പോൾ നമ്മുടെ ഈ MLA MP മാരായതും ഉദ്യോഗസ്ഥരായവര് അങ്ങനെ ആയതും എങ്ങനെയാണ് എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ, നമ്മളുടെ ജനതയുടെ ഇങ്ങനെ നമ്മൾ ആയതിൻ്റെ കൃത്യമായ ചരിത്രം പഠിച്ചിട്ടോ ഏതൊക്കെ തലത്തിൽ ഏതൊക്കെ അവസരത്തിലാണ് നമുക്ക് പിഴവ് പറ്റിയതെന്ന് മനസ്സിലാക്കി നമ്മുടെ ചരിത്രം മനസ്സിലാക്കുകയോ ഇനി മുമ്പോട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ആ പിഴവുകളെ പരിഹരിച്ച് മുമ്പോട്ട് പോകേണ്ടതെന്ന് പഠിച്ചിട്ടോ ഒന്നും അല്ല ഇവരാരും MLA MP ആയതോ സാറന്മാരായതോ ഉദ്യോഗസ്ഥരായതോ. നിലനിൽക്കുന്ന ചില സൗകര്യങ്ങളെ, ഭരണഘടനാപരമായ ചില സൗകര്യങ്ങളെ ഉപയോഗപ്പെടുത്തി ഇവരൊക്കെ MLA മാരാവുകയോ MP മാരാവുകയോ അല്ല ഉദ്യോഗസ്ഥരാവുകയോ ചെയ്തു എന്നുള്ളതാണ്. നമ്മളിവിടെ സാധാരണ ശരാശരി ഉദ്യോഗസ്ഥനെ തന്നെ എടുക്കാം. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു, കോളേജിൽ പഠിക്കുന്ന കാര്യങ്ങൾ പഠിച്ചു, അതിനുശേഷം ഒരു ജോലി വരുന്നു, ജോലി അപ്ലൈ ചെയ്യുന്നു, അതിനകത്ത് റിസർവേഷൻ്റെ സംഭവം ഉണ്ടോ, ഉടനെ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു, റിസർവേഷൻ എടുക്കുന്നു, ജോലി കിട്ടുന്നു. ഇതിനകത്ത് നമ്മുടെ ചരിത്രം മനസ്സിലാക്കുന്നില്ല, നമ്മളെങ്ങനെ ഇങ്ങനെ ആയെന്ന് മനസ്സിലാക്കുന്നില്ല, നമ്മളിനി മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് മനസ്സിലാക്കിയിട്ടില്ല, ഒരു പഠനവും നടന്നിട്ടില്ല. MLA MP ആവുന്നവന് സ്കൂളിൽ പഠിക്കുന്നു, സ്കൂളിൽ SFI ആവുന്നു, അല്ലെങ്കിൽ KSU ആവുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ആവുന്നു. അവൻ കുറച്ചുകൂടി കഴിയുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ആവുന്നു, മൂത്ത് അവരുടെ യുവജന സംഘടനയുടെ ഇതാവുന്നു. അതിനുശേഷം അതിനകത്ത് നിൽക്കുന്ന നേതാക്കന്മാരെ കുറെ പേരെ ചാക്കിടുന്നു. അതിനുശേഷം അവനൊരു എങ്ങനെ സീറ്റ് കിട്ടുന്നു, ആ സീറ്റ് ഒപ്പിക്കുന്നു, അവരുടെ നിൽക്കുന്ന MLA ആവുന്നു, MP ആവുന്നു. ഇവിടെ അവനെപ്പറ്റി നമ്മുടെ ജനതയെപ്പറ്റി പഠിക്കുന്നില്ല, ജനത എങ്ങനെ ആയെന്ന് പഠിക്കുന്നില്ല. നമുക്ക് എന്തൊക്കെയായിരുന്നു നമ്മുടെ പഴയ പാരമ്പര്യം എന്തായിരുന്നു മനസ്സിലാക്കുന്ന, പൂർവ്വത എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ല. ഇനി അങ്ങോട്ട് മുമ്പോട്ട് എങ്ങനെ പോകണമെന്ന് മനസ്സിലാക്കുന്നില്ല, നമ്മുടെ പരാധീനതകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുന്നില്ല. ആഴത്തിലുള്ള ഒരു പഠനവും നടന്നിട്ടില്ല. ഇത് തന്നെ ജാതി സംഘടനയുടെ കേസിൽ എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു സാറ് കുറച്ച് എന്തെങ്കിലും ഒരു വലിയ ജോലിയിലെത്തി, ആ കൂട്ടത്തിൽ നിന്ന് ഇച്ചിരി പ്രമാണിയായി ആ ജാതിക്കകത്ത് പറഞ്ഞ ആ ജാതി സംഘടനയുടെ നേതൃത്വത്തിലെത്തുന്നു. പിന്നെ അവരെയൊക്കെ വിളിച്ച് അവർ മറ്റേ ആൾക്കാർ കാണിക്കുന്നത് പോലെയുള്ള കുറെ ആഘോഷങ്ങളും കുറെ പ്രോഗ്രാമും ഒക്കെ സംഘടിപ്പിക്കുന്നു. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നു, പിരിയുന്നു, കുറച്ച് പാട്ടും കുറച്ച് ഡാൻസും ഒക്കെ നടത്തുന്നു. അടുത്ത വർഷം ഇതുപോലെ തന്നെ ആ സംഘടനയുടെ കുറെ സംഭവം നടക്കുന്നു. ഇതല്ലാതെ അവിടെ എന്താ ചെയ്യുന്നു? ഈ പറയുന്ന ഒരു പഠനം അവിടെ നടക്കുന്നില്ല. അപ്പം ഇങ്ങനെ ആയിപ്പോയതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സോഷ്യൽ എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ്. സാമൂഹിക പഠനം അവർക്കില്ല. അതാണ് ബാബാസാഹേബ് പറഞ്ഞത് 3 കാര്യങ്ങൾ. എഡ്യൂക്കേറ്റ് ചെയ്യുക, സ്വയവും മറ്റുള്ളവരെയും. എന്ത് എഡ്യൂക്കേഷനാ? ഫിസിക്സും കെമിസ്ട്രിയും മാത്സും ബയോളജിയും അല്ല പറയണം, സാമൂഹ്യ വിദ്യാഭ്യാസം. അത് പഠിക്കുക, മറ്റുള്ളവരെ കൂടെ പഠിപ്പിക്കുക. അജിറ്റേറ്റഡ് ആവുക, സ്വയം അജിറ്റേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ കൂടെ അജിറ്റേറ്റ് ചെയ്യിപ്പിക്കുക. നീ ഒരു അടിമയാണ്, നിന്റെ പാരമ്പര്യം ഇതാണ്, നീ അടിമപ്പെട്ട് കിടക്കുകയാണ്, ഇങ്ങനെ പോയാൽ പോരാ. ഇരിക്കുന്നിടത്ത് കാറ്റ് പിടിച്ച കല്ല് പോലെ ഇരിക്കുകയാണ്, ഒരു മാറ്റവും ഇല്ലാതെ. ഇളക്കുക, അജിറ്റേറ്റ് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക. അങ്ങനെയാ ഓർഗനൈസ് ചെയ്യുന്ന ഒരു ബാബാസാഹിബ് അതുകൊണ്ടല്ലേ സാർ പറഞ്ഞത് ചരിത്രം അറിയാവുന്നവരെ ചരിത്രം സൃഷ്ടിക്കാൻ പറ്റുള്ളൂ എന്ന് ബാബാസാഹിബ് പറഞ്ഞു വെച്ചത് അതുകൊണ്ട് തന്നെയല്ലേ? അതെ, കൃത്യമാണ്. അപ്പൊ അങ്ങനെ ഒരു മൂവ്മെന്റ് വരുമ്പോഴാണ് അവനവൻ പഠിക്കുക,
അവനവന്റെ പഠനം കേൾക്കാൻ വരുന്നവരെ പഠിപ്പിക്കുക. പിന്നെ പതുക്കെ സാർ പതുക്കെ ആ നമ്മുടെ പഠനം കൂടി നമ്മുടെ വരുമ്പോൾ എല്ലാവരും ഏകദേശം ഒരേ ധാരണയിൽ എത്തുമ്പോൾ ഒരു നല്ലൊരു ഗ്രൂപ്പായി ഫോർമേഷനെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ഒരു ബലം അതിന് വരും. നമുക്ക് കാര്യങ്ങൾ നടക്കും. പക്ഷെ ആ പഠനം ഈ പറയുന്ന ഓരോരുത്തരും നടത്തണം, ചെയ്യണം. അതിന്റെ ഒരു കുറവുണ്ട്. സാർ നമ്മുടെ ഈ MLA MP മാരൊക്കെയുണ്ടല്ലോ, അവര് തങ്ങളുടെ ചില ഒറ്റപ്പെട്ട മുന്നേറ്റങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ട്. അവരെയൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടാണ് ഇവര് വീണ്ടും വീണ്ടും ഈ കളത്തിൽ ചവിട്ടി പിടിച്ചു നിൽക്കുന്നത്. അല്ലെ, അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരു മുന്നേറ്റത്തിൽ നിൽക്കുമ്പോൾ അവരെ നിരുത്സാഹപ്പെടുത്തി, അല്ലെങ്കിൽ അവരെ വേറെ രീതിയിൽ അവര് തന്നെ അവരുടെ പാർട്ടിക്കാർക്ക് വെച്ചുകൊടുത്ത് അവർ ഭീഷണിപ്പെടുത്തുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ആൾക്കാർ കണ്ടുവരുന്നത്. ഇപ്പം ബാബാ സാഹിബിന്റെ കേസ് തന്നെ എടുക്കാം. ബാബാ സാഹിബ് ബോംബെയിൽ മത്സരിക്കുമ്പോൾ ബാബാ സാഹിബ്ക്ക് എതിരായിട്ട് നെഹ്റുവിന്റെ കാശിന്റെ പുറത്തിൽ കാജ്റോൾക്കർ എന്ന് പറയുന്ന ഈ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളെ പിടിച്ച് ഓപ്പോസിറ്റ് നിർത്തി അയാളെ ജയിപ്പിച്ചവര്. ഏത് ബാബാ സാഹിബ് തോറ്റുപോയി. ഒന്ന് ആലോചിച്ച് നോക്കി. കാജ്റോൾക്കർ തന്നെ അവസാനം ബാബാ സാഹിബിന്റെ മുമ്പിൽ വന്ന് പറഞ്ഞു, എന്റെ പൊന്നു ബാബാ സാഹിബ്, എന്നോടൊന്നും തോന്നരുത്, എനിക്ക് നിൽക്കേണ്ടി വന്നു, ഞാൻ നിന്നുപോയി. ഇത് സംഭവിക്കും. അതാ ഞാൻ പറഞ്ഞ, ഇങ്ങനൊന്നും അല്ല ഈ സിസ്റ്റം, ഇങ്ങനെ അല്ല പോകേണ്ടത്. സാർ അതൊന്ന് ഒറ്റ പറഞ്ഞ ഞാൻ കേട്ടിട്ടുണ്ട്. ബാബാ സാഹിബിനെ കോൺഗ്രസ് തോൽപ്പിച്ചാണ്. അതിന് ശേഷമാണ് പിന്നെ ബാബാ സാഹിബ് ബംഗാളിൽ പോയിട്ട് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കയറാനായിട്ട് അദ്ദേഹത്തിന് പറ്റിയില്ല. ബോംബെയിൽ നിന്ന് അവരെ തോൽപ്പിച്ചു കളഞ്ഞു ബാബാ സാഹിബിനെ. പിന്നെ ബംഗാളിൽ പോയിട്ട് മറ്റേ യോഗേന്ദ്രനാഥ് മണ്ഡലാണ് അദ്ദേഹത്തിന്, അവിടുത്തെ മുസ്ലിം ലീഗിന്റെ ആളായിരുന്നു പുള്ളിക്കാരൻ. മുസ്ലിം ലീഗിന്റെ അദ്ദേഹവും ബംഗാളിലെ നാമശൂദ്ര കമ്മ്യൂണിറ്റീസും എല്ലാം കൂടെ കൂടിയിട്ടാണ് ബാബാ സാഹിബിനെ അവിടെ ജയിപ്പിച്ചിട്ട് നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന്റെ ബ്രദറിനെയാ പുള്ളി തോൽപ്പിക്കുന്നത്, ബാബാ സാഹിബ് അവിടെ തോൽപ്പിക്കുന്നത്. അങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്താൻ നോക്കുന്നത്. അങ്ങനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ എത്താൻ നോക്കുമ്പോൾ എന്ത് ചെയ്തു? ആ പറയുന്ന പ്രവിശ്യകളെല്ലാം അവര് ബംഗ്ലാദേശിലേക്ക് തട്ടി. ബാബാ സാഹിബ് ജയിച്ച ആ സ്ഥലങ്ങളെല്ലാം ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളായിട്ട് കൂടി അതിനെയെല്ലാം ബംഗ്ലാദേശിലേക്ക് തട്ടി. സത്യം പറഞ്ഞാൽ അങ്ങനെ ആയിരുന്നില്ല. ബ്രിട്ടീഷുകാരായിട്ടുള്ള ഒരു കരാർ അനുസരിച്ച് ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ ഇന്ത്യയുടെ ഭാഗവും മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇന്ന് ഈസ്റ്റ് പാകിസ്ഥാനാണ് ബംഗ്ലാദേശ്. പേര് മാറിയിട്ടില്ല. രണ്ടാമത്തെ ഒരു യുദ്ധം, പാകിസ്ഥാനായിട്ട് യുദ്ധം കഴിഞ്ഞ ശേഷമാണ് അതിനെ ബംഗ്ലാദേശിന് പേര് വരുന്നത്. അപ്പൊ അതിനെ ബംഗ്ലാദേശ് ആക്കിലേക്ക് തട്ടിക്കഴിഞ്ഞപ്പോൾ എന്തായി? ഇവിടെ ഇന്ത്യയിലുള്ളവന്മാരെല്ലാവരും സന്തോഷിച്ചു. ഇനിയിപ്പോ ബാബാ സാഹിബ് പോവുകയാണെങ്കിൽ അത് കോൺസ്റ്റിറ്റ്യൂന്റ് ഏത് പാകിസ്ഥാന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലേക്ക് പൊക്കോളൂല്ലോ. ഈ പട്ടേലൊക്കെ അങ്ങനെ പറഞ്ഞ കക്ഷികളാണ്. അംബേദ്കറെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലൂടെ വാതിലിൽ കൂടെ അല്ല, ജനലിൽ കൂടെ അല്ല, പിന്നെ അതിന്റെ വെന്റിലേഷനകത്തോട് പോലും അകത്ത് കയറ്റുകളെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അവസാനം ബാബാ സാഹിബ് പിന്നെ പോയി ബ്രിട്ടനിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചു. ഇത് വെച്ചിരിക്കുന്ന ഇതിന് കരാറിന് വിരുദ്ധമാണ്. അങ്ങനെയാണെന്ന് പറയുമ്പോൾ ബ്രിട്ടീഷുകാർ പിന്നെ ഇന്ത്യയിൽ വിളിച്ചവരോട് ഭീഷണിപ്പെടുത്തും. നിങ്ങൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ ഞങ്ങൾ പാകിസ്ഥാന് ഞങ്ങൾ ഫ്രീഡം കൊടുക്കും, ഇന്ത്യക്ക് ഫ്രീഡം തരത്തില്ലെന്ന്. അങ്ങനെ അവസാനം ഇവരെല്ലാവരും കൂടെ മുട്ടുമടക്കി അവസാനം ബാബാ സാഹിബിനെ തിരിച്ച് ബോംബെ തന്നെ കൊണ്ട് നിർത്തി. രണ്ടാമത് അവിടെ ഉണ്ടായിരുന്ന ആരെ അവർ മാറ്റി പുറകോട്ട് മാറ്റി. അങ്ങനെ എന്തോ രണ്ടാമത് പുള്ളി അദ്ദേഹത്തിനെ അവർ ജയിപ്പിച്ചെടുക്കുക ചെയ്തു. അത് ബ്രിട്ടീഷുകാരുടെ ആ ഒരു എന്താ പറയുക പ്രഷറിന് ഫലമായിട്ടാണ് ചെയ്തത്. ബാബാ സാഹിബ് നേരെ പോയി ബ്രിട്ടനിൽ. അല്ല, നമ്മുടെ ആൾക്കാരുടെ ഇത് ഞാൻ പറഞ്ഞു, ഇപ്പം മുരളി സാർ പറഞ്ഞതുപോലെ നല്ലതായിട്ട് ചില കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിലും അവർക്ക് ചിലപ്പോൾ നിൽക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ പവർ പൊളിറ്റിക്സിലല്ല സത്യം പറഞ്ഞ ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. വിട്ടുകളയേണ്ടല്ല, പൊളിറ്റിക്സ് കംപ്ലീറ്റ് വിട്ടുകളയെന്നല്ല, അത് ചെയ്തോട്ടെ. പക്ഷെ നമുക്ക് അടിത്തട്ടിൽ നമ്മൾ സ്ട്രോങ് ആക്കാൻ ഒത്തിരി കാര്യങ്ങൾ കിടക്കുന്നുണ്ട്. അത് നമ്മൾ സ്ട്രോങ് ആവുന്നില്ല. നമ്മുടെ ആൾക്കാരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഇപ്പൊ പോലും സംവരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാവുന്ന എത്ര പേരുണ്ട് നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ തന്നെ? ഏത് കാലഘട്ടത്തിൽ എങ്ങനെയാണ് സംവരണം എന്ന് പറയുന്ന സംഗതിയുടെ ആ ഒരു കൺസെപ്റ്റ് വരുന്നത്? എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? റൗണ്ട് ടേബിൾ കോൺഫറൻസ്, വട്ടമേശ സമ്മേളനത്തിൽ എന്തൊക്കെ ചർച്ചകളാണ് നടന്നത്? ഏത് ഘട്ടത്തിലാണ് സെപ്പറേറ്റ് ആയിട്ട് ഇലക്ട്രേറ്റ് വേണം, സെപ്പറേറ്റ് ആയിട്ടുള്ള സെറ്റിൽമെന്റ് വേണം എന്ന് ബാബാ സാഹിബ് ആവശ്യം ഉന്നയിക്കുന്ന എപ്പോഴാണ്? എന്തൊക്കെ ഡിബേറ്റുകൾ അതിന്റെ പേര് നടന്നത്?
അതിനുശേഷം അതിനെ പിന്നീട് ഗാന്ധി ഇപ്പുറത്ത് വന്നിട്ട് അതിനെ ഈ പറയുന്ന സാധാരണ സംവരണമാക്കി മാറ്റിയത് എങ്ങനെയാണ്? എന്തുകൊണ്ടാണ് സെപ്പറേറ്റ് ഓരോരുത്തർക്കും റെപ്രസെന്റേഷൻ വേണമെന്ന് പറയുന്ന കൺസെപ്റ്റ് വരുന്നത്? ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോഴും ജനാധിപത്യം എന്താണെന്നുള്ളത് പോലും നമ്മുടെ ആൾക്കാർക്ക് അറിയത്തില്ല. ഈ പറയുന്ന മന്ത്രിമാര്, മോദി അടക്കം, നമ്മൾ കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന വർക്കേഴ്സാണ് നമ്മുടെ. നമ്മളിങ്ങനെ തൊഴുത് പിടിച്ച് കൂഞ്ഞു പിടിച്ച് നിൽക്കേണ്ട ആൾക്കാരല്ല ശരിക്കും. അവര് തിരിച്ച് നമ്മളോടാണ് തൊഴേണ്ടത്. ഈ ഇലക്ഷൻ വരുമ്പോൾ നമ്മുടെ അടുത്ത് തൊഴുത് കാണിക്കത്തില്ലേ? ആ തൊഴൽ അവർ 5 വർഷവും നമ്മുടെ അടുത്ത് തൊഴേണ്ടതാണ്. നമ്മളാണ് ശരിക്കും പറഞ്ഞാൽ ജനമാണ്, ജനത്തിന്റെയാണ് ആധിപത്യം. നമ്മൾ ഇവരെ ഒരുമാതിരി തമ്പ്രാനെ എന്ന് വിളിക്കുന്ന പോലെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവരെ കാണുമ്പോൾ ഒരു 10, 20, 30 വണ്ടിയായിട്ട് പോകുന്നു. ആരുടെ കാശിലായി പോണത്? നമ്മളോട് ചോദിച്ചോ? അത് ഇവരെയൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല, അടുത്ത് പോകാൻ പറ്റത്തില്ല. നമ്മുടെ കാശില് നമ്മൾ നമ്മുടെ അടുത്ത് കൈകൂപ്പി വാങ്ങിച്ച് വോട്ട് വാങ്ങിച്ചിട്ട് പോയിട്ട് കാണിക്കുന്ന കാട്ടായങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ജനാധിപത്യം എന്താണെന്ന് പോലും നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത ഒരു സമയത്താണ് ഇന്ത്യയിൽ ജനാധിപത്യം കൊണ്ടുവരുന്നത്. അപ്പൊ അന്നും പറയുന്നുണ്ട്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്ഥലം ജനാധിപത്യത്തിന് പാകമായിട്ടില്ല. വിൻസ്റ്റൺ ചർച്ചിലൊക്കെ പറഞ്ഞതാണ്. ഇന്ത്യയിൽ ജനാധിപത്യം കൊടുക്കാനായില്ല. കാരണം അതിന് ജനത്തിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള അതിന് വേണ്ടുന്നുള്ള ചില അറിവുകൾ അവർക്ക് ആദ്യം അതിന് പഠനങ്ങൾ ആവശ്യമുണ്ട്. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ്, എന്തൊക്കെയാണ് മനുഷ്യാവകാശങ്ങൾ, ആ മനുഷ്യാവകാശങ്ങൾക്കനുസരിച്ച് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് പാർട്ടിസിപ്പേറ്ററി ഡെമോക്രസി, എങ്ങനെയാണ് ആൾക്കാർ പരസ്പരം കൂടി പങ്കാളിത്തമുള്ള ഒരു ഭരണ സംവിധാനത്തെ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് അതിനകത്ത് ആൾക്കാരെ എങ്ങനെയൊക്കെയുള്ള ആൾക്കാരെയാണ് തിരഞ്ഞെടുക്കേണ്ടത്, എല്ലാ വിഭാഗക്കാർക്കും എങ്ങനെയൊക്കെയാണ് റെപ്രസെന്റേഷൻ കിട്ടേണ്ടത്, ഓരോരുത്തർക്കും അവരവരുടെ ജനസംഖ്യ അനുപാതികമായിട്ട് റെപ്രസെന്റേഷൻ എങ്ങനെ വേണം, എങ്ങനെ കൊടുക്കണം, ഇതൊക്കെ ഒരു വലിയൊരു പഠനം നടത്തിയതിനു ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലേക്ക് ജനാധിപത്യം വരേണ്ടിയിരുന്നത്. അതൊന്നും അറിഞ്ഞിട്ടല്ല ഇവിടെ ജനാധിപത്യം. ഇവിടെ എങ്ങനെയോ വന്നു. ഇവിടുത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പം കുറെ തമ്പ്രാന്മാര് മാറി വേറെ കുറെ തമ്പ്രാന്മാര് വന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിന്റെ ഇടയ്ക്കുള്ള ഓരോരുത്തന്മാരെ ഇങ്ങനെ സൂചിപ്പിച്ചു നിർത്താൻ വേണ്ടിയുള്ള കളികള്, ചക്കളത്തി പോരാട്ടങ്ങള്, അതിന് വേണ്ടിയിട്ടുള്ള പാലം വലികള്, ചാക്ക് കെട്ടുപിടുത്തങ്ങള്, ഇതെല്ലാം കൂടായിട്ട് ഇങ്ങനെ ഇങ്ങനെ കളിക്കുകയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഒരു സർക്കാരിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ അത് മുടക്കാമെന്നാണ് നോക്കുന്നത്. അവർക്കൊക്കെ പൈസ കൊടുക്കുന്ന, കൂലി കൊടുക്കുന്നത് നമ്മളാണ്. ജനത്തിന്റെ നികുതിക്കകത്തുനിന്ന് ശമ്പളം കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ കുറെ കാര്യങ്ങളിൽ ഇന്ത്യയിൽ ഒത്തിരി പ്രോബ്ലംസ് അടിത്തട്ടിലുണ്ട്. പക്ഷെ ആരാണ് ഇതിന്റെയൊക്കെ തുടക്കം ഇടേണ്ടത്? ആരാണ് ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്? ആരാണ്? അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. സവർണരാണോ, ന്യൂനപക്ഷങ്ങളാണോ, OBC വിഭാഗങ്ങളാണോ, ട്രൈബൽസ് ആണോ, അതോ ഷെഡ്യൂൾഡ് കാസ്റ്റുകളാണോ? ആരാണ് ഫസ്റ്റ് ഹാൻഡ് ഇനീഷ്യൽ തുടക്കം ഇടേണ്ടതാരാണ്? മാറ്റത്തിന് തുടക്കം ഇടേണ്ടതാരാണ്? ആരിൽ കൂടെ തുടക്കം ഉണ്ടാവേണ്ടത്? ട്രൈബൽസിന് വേണമെങ്കിൽ പറയാം, അവരുടേതായ പ്രത്യേക ആവാസ വ്യവസ്ഥയുമായിട്ട് അവർക്ക് ഇതുമായിട്ട് ബന്ധമില്ല, വേണമെങ്കിൽ പറയാം. പറയുമെന്നല്ല ഞാൻ പറഞ്ഞത്, അവർക്ക് പറയാം. OBC വിഭാഗത്തിന് പറയാം, ഞങ്ങളുടെ താഴെ വേറെ കുറെ പേരുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ് ഉണ്ട്, ഞങ്ങൾക്ക് ഇപ്പോൾ വലിയ അത്യാവശ്യമൊന്നുമില്ല. സവർണന് പിന്നെ ഈ സിസ്റ്റിങ്ങിന് തന്നെ നിൽക്കുന്നതാണ് ഇഷ്ടം, അവനും എടുക്കുകയില്ല. ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ തന്നെയാണ്. അവര് തുടക്കം ഇട്ടാൽ മാത്രമേ ഇന്ത്യയിൽ മാറ്റം വരുള്ളൂ. അവർ തുടക്കം ഇടുമ്പോൾ ആദ്യത്തെ അവരുടെ തുടക്കം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൽ നിന്ന് അവരങ്ങ് പുറത്തോട്ട് മാറുക, ബുദ്ധന്റെ കാലത്ത് ചെയ്ത പോലെ ഇതിനകത്തുനിന്ന് അങ്ങ് പുറകോട്ട് മാറുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്താവും? OBC അതിന്റെ അകത്തെ ഏറ്റവും അവസാനത്തെ ആവും. ഷെഡ്യൂൾ ട്രൈബ് വേറെയാ, അവൻ ഈ മതമായിട്ട് സത്യം പറഞ്ഞ ബന്ധം പോലും ഇല്ല. ഇതിനകത്ത് ദേവീദേവന്മാരൊന്നും അവർക്ക് അറിയത്ത് പോലും ഇല്ല. പിന്നെ ഇപ്പൊ അവരുടെ ഇടയ്ക്കായിട്ട് കുത്തി വെക്കുന്നുണ്ടെന്നുള്ളതല്ലാതെ അവരുടെ രീതികളും വിചാരങ്ങളും അവരുടെ രീതികളൊക്കെ ടോട്ടലി വ്യത്യസ്തമാണ്.
അപ്പൊ പിന്നെ വരുമ്പോൾ OBC വിഭാഗം, അങ്ങനെ മാത്രം OBC വിഭാഗത്തിന് ചില വീണ്ടും വിചാരങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അവർക്ക് ചവിട്ടി നിൽക്കാൻ ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ ഇവിടെ ഉള്ളിടത്തോളം കാലം അവർക്ക് ഇതിനെപ്പറ്റി ആലോചിക്കേണ്ട ബുദ്ധിമുട്ടില്ല. അവർക്ക് ഉണ്ടാവും, അവർക്കും വരും. അപ്പൊ തുടക്കം ഇടേണ്ടതും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും മാറ്റത്തിന് കൊണ്ടുവരേണ്ട തുടക്കം ഇടേണ്ടതും ഒക്കെ നമ്മൾ തന്നെയാണ്. സാറേ, ആ, ടൈം അല്ലേ? 11 മണിയായി. നമുക്കത് മുരളി സാർ ഉണ്ടോ? മുരളീധരൻ സാർ ഉണ്ടെങ്കിൽ ഒരു നന്ദി പറയൂ സാർ. മുരളീധരൻ സാർ. രണ്ടുപേരുണ്ട്, മുരളീധരൻ സാർ. സാറേ, എന്നെയാണോ ഉദ്ദേശിച്ചത്? അതെ അതെ. ഓക്കെ സാർ. ഇന്നത്തെ ക്ലാസിന്റെ ദൈക്ഷണികമായിട്ടുള്ള ഗൗരവം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. എല്ലാവരുടെയും സംശയങ്ങൾ ചോദിക്കുന്നതിൽ നിന്ന് അത് മനസ്സിലായിട്ടുണ്ട്. ഇന്ന് പങ്കെടുത്ത എല്ലാവർക്കും, പ്രത്യേകിച്ചും അജിത് സാറിനും രഞ്ജിത്ത് സാറിനും എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസരിക്കുന്നു. ദീപി നമോബുദ്ധായ. അപ്പോൾ വന്നിരുന്ന കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സീരിയസ് ആയിട്ട് മനസ്സിലെടുക്കുക. ഓരോരുത്തരും ഒരു നെറ്റ്വർക്കായിട്ട് നമ്മൾ ഫോം ചെയ്യുക. ഓരോരുത്തർക്കും പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതുമായിട്ടുള്ള ഏരിയകൾ എന്തൊക്കെയാണെന്ന് പരസ്പരം ചോദിക്കുക, മനസ്സിലാക്കുക, മെസ്സേജുകൾ വിടുക. നമുക്ക് ഉള്ള കാര്യങ്ങൾ നമുക്ക് നേരിട്ട് പറയാൻ പറ്റുന്നത് നമുക്ക് നേരിട്ട് പറയാം. അല്ലാതെ പഠന വസ്തുക്കളായിട്ട് നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വാട്സാപ്പിൽ കൂടെ ആയാലും നമുക്ക് അയച്ചു കൊടുക്കാം. PDF ആയിട്ടും അങ്ങനെ വായിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വീഡിയോസ് ആയിട്ടും ഒക്കെ നമ്മൾ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. മൊത്തത്തിലൊരു പഠനം നടക്കട്ടെ. ആ ഒരു നെറ്റ്വർക്കിൻ്റെ അകത്തേക്ക് എല്ലാവരും വരിക. നമുക്ക് കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം സമീപിക്കാം. എന്തായാലും വന്നിരുന്ന എല്ലാവർക്കും, കേട്ടിരുന്ന എല്ലാവർക്കും, ഇത്ര നേരം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി. നമസ്കാരം. ജയ് ഭീം. നമ്പർ ഞാൻ മെസ്സേജ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത ആളുകൾക്ക് ഒന്ന് മെസ്സേജ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.